Wonderful. Good evening, everybody. Myself, Midilaj Nedumballi, മലപ്പുറമാണ് സ്വദേശം. ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലോട്ട് ഇന്ന് ഈ ഒരു തേഴ്സ്ഡേ ഈ ഒരു ഈവനിങ് പ്രോഗ്രാമിലോട്ട് ആദ്യമായിട്ട് കയറിയിട്ടില്ല എല്ലാവരെയും ഹൃദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യാണ്. മോസ്റ്റ് ബിലോഡ് വെൽക്കം. നമുക്ക് ആദ്യമായിട്ട് ദൈവത്തിൽ നന്ദി പറയാം. കാരണം 2020 ശേഷം കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് വന്ന ഒരൊറ്റ കാരണത്താലാണ് നമുക്ക് ഇന്ന് ഇതുപോലെ ഒരു ഡിജിറ്റലായിട്ട് നമുക്ക് ഇങ്ങനെ ഒരുപാട് രീതിയിൽ കേരളത്തിന്റെ പല ഭാഗത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തിരിക്കുന്ന ആൾക്കാരെ ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് ഒരുമിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി നമുക്ക് തന്നതിൽ സർവശക്തന് നന്ദി പറഞ്ഞിട്ട് നമുക്കിന്ന് തുടങ്ങാം. താങ്ക്സ് ടു ടെക്നോളജി ആൻഡ് താങ്ക്സ് ടു ഗോഡ്. സോ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലോട്ട് ഒരു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ തരുന്ന ഒരു സുഹൃത്തോ ബന്ധുവോ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലോട്ട് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ മൈ ഫ്രണ്ട്സ്, ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ദൈവത്തിന്റെ ഒരു കരസ്പർശം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ കയറാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. സോ മോസ്റ്റ് ബിലോഡ് വെൽക്കം ഓൾ. നിങ്ങൾ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലോട്ട് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യാണ്. വൈബ്രന്റ് യുവയുടെ പേരിലും ഇൻഡസ്ട്രിയുടെ പേരിലും നിങ്ങൾ എല്ലാവരെയും ഹൃദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമിലോട്ട് ഈ ഒരു ഈവനിങ് സെഷനിലോട്ട് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. മോസ്റ്റ് ബിലോഡ് വെൽക്കം. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ വെക്കുകയാണ്. കാരണം നമുക്കറിയാം ഈ ഒരു പ്രോഗ്രാം ഡിജിറ്റലി ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഡ്രസ് കോഡ് ഓക്കെ ആണെന്ന് ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് ആൾക്കാർ പല ഭാഗത്തുനിന്നും കയറുന്നതാണ്. നമ്മൾ ഡ്രസ് കോഡ് ഓക്കെ ആണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ട്രാവലിംഗിലാണെന്നുണ്ടെങ്കിൽ വണ്ടി ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കഴിയുന്നത് വരെ ഒരു 1 hour പ്രോഗ്രാം നിങ്ങൾ പൂർണ്ണമായിട്ടും വീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ നല്ലൊരു ഹെഡ്സെറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ഫോർ ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു നല്ല നടത്തിപ്പിന് നിങ്ങൾക്ക് നല്ല ശ്രദ്ധയോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം വരുന്നൊരു 1 hour പ്രോഗ്രാം നിങ്ങൾ എല്ലാവരും ഒരു മനസ്സ് ഫ്രീ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് വേറെയുള്ള എല്ലാ ടെൻഷൻസും ഒന്ന് മാറ്റിവെച്ച് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ തരാൻ തയ്യാറാണെങ്കിൽ ഐ ക്യാൻ ഗ്യാരണ്ടി വൺ തിങ്, ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. സോ മൈ ഫ്രണ്ട്സ്, ഇന്ന് ഈ ഒരു ഈവനിങ്ങിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോഡ്സ് ബ്ലെസ്സിങ്. സോ നമുക്കറിയാം ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാവാൻ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അവസരം നമുക്ക് ഇന്ന് കേൾക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഗോഡ് ബ്ലെസ്സിങ്. സോ നമുക്ക് ദൈവത്തിൽ ഒരു അല്പസമയം മൗനമായി പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാം. സോ എല്ലാവരും ഒരു 2 seconds നിങ്ങൾക്കൊന്ന് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിവേ, നിങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി ഒരു പ്രോഗ്രാമിനോട് സ്വാഗതം ചെയ്യാണ്. വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും എന്താണ് ഇവിടെ അല്ലെങ്കിൽ എന്ത് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരിക്കും. എനിവേ, നിങ്ങൾ എല്ലാവരെയും ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ഒരു പ്രോഗ്രാം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തായിരിക്കും ഈ ഒരു അവസരത്തെ കുറിച്ച് സുഹൃത്തുമായി മനസ്സിലാക്കി ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തിരുന്ന ഒരുപാട് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുത്തൊരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടി മിസ്റ്റർ അബ്ദുൾ റൌഫ് സാറെ വളരെ ഹൃദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യാണ്. അബ്ദുൾ റൌഫ് സർ, മോസ്റ്റ് ബിലോഡ് വെൽക്കം. താങ്ക് യു മിദ്ലാജ് സർ, താങ്ക്സ് സോ മച്ച് യുവർ വാം വെൽക്കം. വളരെ മനോഹരമായിട്ട് എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് അബ്ദുൾ റൌഫ് എന്നാണ്. സ്വദേശം മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞിയിലാണ്. ഇന്നൊരു നല്ലൊരു ബന്ധുവിന്റെ അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഭാഗ്യവാന്മാരാണ്. കാരണം നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്ന ഒരു ബന്ധുവായിരിക്കും, ഒരു നല്ലൊരു സുഹൃത്തായിരിക്കും നിങ്ങൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരിക്കുക. ആ ഒരു ക്ഷണം നിരസിക്കാതെ ഇന്ന് നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വരുന്ന 45 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഒരു പ്രോഗ്രാം വളരെ സസൂക്ഷ്മം നിങ്ങൾ കേൾക്കാൻ തയ്യാറാണെങ്കിലും അത് മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിലും എല്ലാ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുതരില്ല. നമ്മളായിട്ട് കണ്ടെത്തി നമ്മളായിട്ട് തന്നെ അത് ഏറ്റെടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ലോകത്ത് 2 തരം ആളുകളാണുള്ളത്. ഒന്ന് എല്ലാത്തിനെയും അടച്ചാക്ഷേപിക്കുകയും മറ്റൊന്ന് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം നല്ലതാണെങ്കിൽ തിരഞ്ഞെടുക്കുകയും ചീത്തയാണെങ്കിൽ ഉപേക്ഷിക്കുന്ന ആളുകളായിരിക്കും. സോ നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെങ്കിലും വളരെ ക്ഷമാപൂർവ്വം ഇന്ന് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന്റെ അവസാന ഭാഗം വരെ നിങ്ങൾ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ബന്ധു, നിങ്ങളുടെ സുഹൃത്ത് എന്തിനാണോ ഇന്ന് നിങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് എന്നുള്ളത്. സോ അത് നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്യുകയാണ്. ഇൻഡസ്ട്രിയുടെ അതിമഹത്തരമായിട്ടുള്ള ഈ ഒരു അവസരത്തിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി വാം വെൽക്കം ചെയ്യുകയാണ്. സോ ഇന്ന് എന്തിനാണ് ഞാൻ ഇങ്ങയുടെ ഒരു പ്രസന്റേഷൻ സ്ലൈഡ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്.
ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യഥാവിധി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രസന്റേഷൻ സ്ലൈഡ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഓരോ സ്ലൈഡുകളും നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രാമിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് മനസ്സിലാകും എന്തായിരുന്നു അദ്ദേഹം വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞതുള്ളത്. സോ നമ്മൾ എല്ലാവരും തന്നെ മാന്യമായിട്ട് അധ്വാനിച്ച് വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ തന്നെയാണ്. എന്നാൽ പോലും നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഒരു ഭദ്രത നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്തത്? ജീവിതത്തിൽ പല പാഠങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? സ്കൂളിൽ പഠിക്കുന്നു, കോളേജിൽ പഠിക്കുന്നു, പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ എങ്ങനെ മുന്നേറാം അതിനെക്കുറിച്ച് നിങ്ങൾ എവിടെയും പഠിക്കുന്നില്ല, എവിടെയും പഠിപ്പിക്കുന്നില്ല. സോ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഇവിടെ ചെറുതായിട്ട് ഒരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇദ്ദേഹമാണ് റോബർട്ട് ടി കിയോസാക്കി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ്. അദ്ദേഹം രചിച്ച ഒരു ബുക്ക് ഉണ്ട്, അതിന്റെ പേരാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നാണ് ആ ബുക്കിന്റെ പേര്. അദ്ദേഹം ഇന്ന് ഈ ഒരു ബുക്കിലൂടെ നമുക്ക് ഇപ്പോഴും അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്. എന്താണ് ഈ ഒരു ക്വാഡ്രന്റിൽ പറയുന്നത് നോക്കാം. നമ്മുടെ ലോകത്ത് 4 കാറ്റഗറിയിലാണ് ആളുകൾ പണം സമ്പാദിക്കുന്നത്. ഈ 4 കാറ്റഗറിയിൽ ഉൾപ്പെടാത്ത ആരും തന്നെ പണം സമ്പാദിക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എംപ്ലോയി കാറ്റഗറിയാണ്. എംപ്ലോയി കാറ്റഗറി എന്ന് പറയുന്നത് സാധാരണ ഗവൺമെന്റ് സെക്ടറിൽ പണിയെടുക്കുന്ന ആളുകളാകട്ടെ, പ്രൈവറ്റ് സെക്ടറിൽ പണിയെടുക്കുന്ന ആളുകളാകട്ടെ, ജോലിക്കാരെ നമുക്ക് എംപ്ലോയീസ് എന്ന് വിളിക്കാം, നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തതാണ് സെൽഫ് എംപ്ലോയിഡ്. എന്താണ് സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്ന കാറ്റഗറി? എന്തെങ്കിലും കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പൊ നമ്മുടെ നാട്ടിലെ കാർപ്പന്റർമാർ, ആശാരിമാർ അല്ലെ, നല്ല കഴിവുണ്ട്, നല്ല എന്താ പറയാ തച്ചില് പല രീതിയിലുള്ള സംഗതികളും അവർ ഉണ്ടാക്കുന്നുണ്ട്, നല്ല കഴിവുള്ള ആളുകളാണ്. അവരുടെ കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? വരുമാനം ഉണ്ടാക്കുന്നു. അധ്യാപകന്മാർ അല്ലെ, നമുക്കറിയുന്ന ആൾ, അവരുടെ കഴിവ് ഉപയോഗപ്പെടുന്നു. ഇനി കുറച്ചും കൂടി ഹയർ കാറ്റഗറിയിലേക്ക് നമുക്ക് പറയുകയാണെങ്കിൽ എഞ്ചിനീയർമാരെ പറയാം, ഡോക്ടർമാരെ പറയാം, വക്കീലന്മാരെ പറയാം അല്ലെ. നമുക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നു. ഡോക്ടേഴ്സിനൊക്കെ പറയല്ലേ, അവരുടെ കഴിവ് ഉപയോഗപ്പെടുത്തി പഠനം നടത്തി അവർ വിജയിച്ച് അവരെന്ത് ചെയ്യുന്നു? അവരുടെ മേഖലയിലൂടെ അവർ പണം ഉണ്ടാക്കുന്നു. അതാണ് സെൽഫ് എംപ്ലോയിഡ് കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി മറുഭാഗത്തൊരു കാറ്റഗറി കൂടി ഉണ്ട്, അതിന്റെ പേരാണ് ബിസിനസ് ഓണേഴ്സ്. ബിസിനസ് ഓണേഴ്സ് സ്വന്തമായിട്ട് കഴിവുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, ഒരുപാട് ആളുകളുടെ കഴിവും ശക്തിയും പ്രാപ്തിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയൊരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളെയാണ് നമ്മൾ ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാറ്റഗറി കൂടി ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന, അഥവാ പണം കൊടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ അധ്വാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണം ചെലവാക്കി അവരധ്വാനിച്ച് നമുക്ക് പണം റിട്ടേൺ തരുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറിയിൽ പെട്ടുള്ള ആളുകൾ. അങ്ങനെ 4 കാറ്റഗറിയിലാണ് ലോകത്ത് ആളുകൾ. ഈ ഒരു കാറ്റഗറിയിൽ പെടാതെ ആരും പണം ഉണ്ടാക്കുന്നില്ല എന്ന് തന്നെയാണ് റോബർട്ട് ടി കിയോസാക്കി പറയുന്നത്. ഇനി എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് കൂടി നമുക്ക് നോക്കാം. 2 ക്വാഡ്രന്റുകൾ ഉണ്ട്, റൈറ്റ് ക്വാഡ്രന്റും ലെഫ്റ്റ് ക്വാഡ്രന്റും. എന്താണ് ഇതിന്റെ രണ്ടിന്റെ പ്രത്യേകത എന്ന് നോക്കാം നമുക്ക്. എംപ്ലോയി, സെൽഫ് എംപ്ലോയി കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് എപ്പോഴും ചെറിയ വരുമാനം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയില്ല. നമ്മുടെ വരുമാനത്തെ കുറിച്ച് ആലോചിച്ചാൽ മാത്രം മതി, കുഞ്ഞു വരുമാനം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനൊരു കാരണം ഉണ്ട് കേട്ടോ, ഇൻഡിവിജ്വൽ എഫേർട്ട് ആണ്, നമ്മുടെ സ്വന്തം അധ്വാനമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ആക്റ്റീവ് ഇൻകം എന്നേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് വരുമാനമായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, ഒരു സെലിബ്രിറ്റി കാർ ആക്സിഡന്റിൽ അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഭദ്രത തകിടം മറിയുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് കാര്യം. മൈക്കൽ ഷുമാക്കർ എന്ന് പറയുന്ന വ്യക്തി അല്ലെ, ഏറ്റവും വലിയ കഴിവ് ഉപയോഗപ്പെടുത്തി ഫാസ്റ്റ് ആയിട്ട് വണ്ടി ഓടിച്ചു പോയിരുന്ന ആളാ. അദ്ദേഹത്തിന്റെ അവസ്ഥ, അദ്ദേഹത്തിന് പാസീവ് ഇൻകം കിട്ടില്ല, കാരണം ആക്റ്റീവ് ഇൻകം മാത്രമേ ഉള്ളൂ. ഇൻഡിവിജ്വൽ എഫേർട്ട് ആണ്. ഇതൊരു എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സെൽഫ് എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളിയാണ്. എന്നാൽ ബിസിനസ്മാൻ ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറിയിലേക്ക് നോക്കുകയാണെങ്കിൽ അതൊരു ഇൻഫിനിറ്റ് ഇൻകം ആണ്. ഇൻഫിനിറ്റി ഇൻകം ആണ്, അഥവാ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം ആണ്. കാരണം അവിടെ ഇൻഡിവിജ്വൽ എഫേർട്ട് അല്ല, ഒരു ടീമിന്റെ വർക്ക് മുഖാന്തരമാണ് അവിടെ വരുമാനം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും അത് പാസീവ് ഇൻകം ആയിട്ട് നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് ഓരോ കോടീശ്വരന്മാരെയും ഓരോ പണക്കാരെയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ സേഫ് ആണോ അല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും. സോ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകളെയാണ് ഓൺട്രപ്രണേഴ്സ് എന്ന് വിളിക്കുന്നത്, സംരംഭകർ അഥവാ വ്യവസായികൾ എന്ന് വിളിക്കുന്നത് ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകളെയാണ്. സോ എന്താണ് ഈ ഒരു ഓൺട്രപ്രണർഷിപ്പിന്റെ പ്രത്യേകത എന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മോസ്റ്റ് റിവാർഡിംഗ് ആണ്, ഭയങ്കര ആദരിക്കലായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പണമുള്ളവന്റെ കൂടെ അതിന്റെ ശക്തി ഉണ്ടാകും, അതിന്റെ ആ ഒരു പളവളപ്പ് നമുക്ക് എപ്പോഴും കാണാൻ കഴിയും. സോ മോസ്റ്റ് റിവാർഡിംഗ് ആണ് ഓരോ ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് അവർ ആ കരിയർ ആയിട്ട് അത് ചൂസ് ചെയ്യാനുള്ള കാരണം. ബി യുവർ
ഓൺ ബോസ്. നമുക്ക് നമ്മൾ തന്നെയാണ് മുതലാളി, വേറെ ആരുമില്ല. നമ്മളാണ് നമ്മുടെ മുതലാളി എന്ന് പറയുന്നത്. വേറെ ആരും നമ്മളെ ഭരിക്കാനോ നിയന്ത്രിക്കാനോ ആരും ഉണ്ടായിരിക്കില്ല. ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് ഒരു അവസരം കൊടുക്കാൻ ലോകത്തിൽ ഓൺട്രപ്രണേഴ്സിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മളത് മനസ്സിലാക്കണം. ഒരാൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കും, അതൊരു മറ്റൊരാളുടെ കീഴിലേക്കാണ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ. സോ നമുക്കൊരു അവസരം കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മളൊരു കറക്റ്റ് ഓൺട്രപ്രണർ ആയിട്ട് മാറണം. അതുപോലെ തന്നെ വർക്ക് ഇൻ ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ. ഇഷ്ടപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ്. സോ ഇതാണ് ഓൺട്രപ്രണർഷിപ്പ് എല്ലാവരും ബെസ്റ്റ് കരിയർ ആയിട്ട് ചൂസ് ചെയ്യാൻ കാരണം. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, സാറേ ഓൺട്രപ്രണർ ആകണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണ്ടേ, അല്ലെ? പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു ഓൺട്രപ്രണർ ആകാൻ പറ്റൂ. രാജ്യം തന്നെ നമ്മളോട് പറയുന്നു, ഓൺട്രപ്രണേഴ്സ് ആർ ദ വെൽത്ത് ക്രിയേഷൻ ഓഫ് നാഷൻ. രാജ്യത്തിന്റെ സാമ്പത്തിക ഘടകം നിയന്ത്രിക്കുന്നത് പോലും ഓരോ ഓൺട്രപ്രണേഴ്സ് ആണ് എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചു, പണം വേണം, അല്ലെ? ഓൺട്രപ്രണറായി മാറാൻ നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ നിർബന്ധമാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ക്യാപിറ്റൽ മാത്രം മതിയോ? ഒരിക്കലും അല്ല. നമ്മുടെ കയ്യിൽ നല്ലൊരു ഐഡിയ കൂടി ഉണ്ടെങ്കിലേ നമുക്കത് എന്ത് ചെയ്യും, വലിയ രീതിയിൽ വരുമാനമാക്കി മാറ്റാനും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ബിസിനസ്സുകാരനായി മാറാനും സാധിക്കുകയുള്ളൂ. സോ ഇതിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ കൊച്ചിലേ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ ഇപ്പോഴും അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. അവിടെ നമ്മൾ മാറി ചിന്തിക്കേണ്ട ഒരു സമയം വന്നു മൈ ഡിയർ ഫ്രണ്ട്സ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് അഥവാ മൂലധനം എന്ന് പറയുന്നത് നമുക്ക് എപ്പോ വേണമെങ്കിലും റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഐഡിയ അതൊരിക്കലും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ ക്യാപിറ്റൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 4 കാറ്റഗറിയിൽ ഒരു കാറ്റഗറി ഇൻവെസ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യും, എത്തിച്ചു തരും. 21ാം നൂറ്റാണ്ടിന്റെ എല്ലാ ബിസിനസ്സുകളും ഐഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളാണ്. നിങ്ങൾ ഏത് ബിസിനസ് എടുത്തു നോക്കൂ, അവിടെ ഒരു ഐഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളായിരിക്കും ഇപ്പൊ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു ഐഡിയ ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ബന്ധു നിങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ ഒരു മാത്തമാറ്റിക്സ്, ഒരു സാധാരണ നമുക്കറിയുന്ന നോർമൽ ഒരു കണക്ക് പറയാം. 1 + 1 + 1 = 3. 1 കൂട്ടണം 1 കൂട്ടണം 1 കൂട്ടണം = 3. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം വളരെ പുരാതന വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 1ാം ക്ലാസ്സും LKG മുതൽ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇവിടെ നമുക്ക് ആവശ്യം ഐഡിയ ആണെങ്കിൽ അതിനൊരു സിനർജി നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. 1 + 1 + 1 = 111. അഥവാ 1 കൂട്ടണം 1 കൂട്ടണം 1 കൂട്ടണം = 111ന്റെ ഒരു എഫക്റ്റ് തരുന്ന ഒരു സിനർജിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്താണ് നോക്കാം നമുക്ക്. ആ ഒരു സിനർജിയിലെ ആദ്യത്തെ 1 എന്താണെന്ന് നോക്കാം. ഹീസ് ഹെൽത്ത് ആൻഡ് വെൽനസ്. എന്താണ് ഹെൽത്ത് ആൻഡ് വെൽനസ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നു തോന്നുന്ന ഒരു സംഗതി ആയിരിക്കും ഹെൽത്ത് ആൻഡ് വെൽനസ്. സിമ്പിൾ ആയിട്ട് ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് ഹെൽത്ത് ആൻഡ് വെൽനസിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. രോഗം വരാനാണോ നിങ്ങൾക്ക് താല്പര്യം, അതല്ലെങ്കിൽ രോഗം വന്നതിന് ശേഷം അത് മാറ്റിയെടുക്കാനാണോ നിങ്ങൾക്ക് താല്പര്യം, രോഗം വരാതിരിക്കാനാണോ നിങ്ങൾക്ക് താല്പര്യം? ഇതിനെക്കുറിച്ചൊരു ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് വെൽനസിന്റെ സാധ്യത മനസ്സിലാകും. രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോകം ഒട്ടുക്കും ഇപ്പോ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് വെൽനസിന്റെ സാധ്യത. രോഗം വന്നിട്ട് അത് ചികിത്സിക്കാൻ ആളുകൾ ഇപ്പോൾ പഴയ പോലെ തയ്യാറല്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, രോഗം വന്ന് അത് പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ 90% പോയി കാണും. അപ്പോ ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും ആളുകൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് വെൽനസ് മേഖല. ഹെൽത്ത് നമുക്കറിയാം, ഹോസ്പിറ്റൽ, ഫാർമാസ്യൂട്ടിക്കൽ, ലാബ്, അതുമായി ബന്ധപ്പെട്ട ഹെൽത്ത് നമുക്ക് അറിയുന്ന ഒരു മേഖലയാണ്. പക്ഷെ വെൽനസ് മേഖല, പ്രിവെൻഷൻ മേഖല, അത് നമ്മൾ കേട്ടത് എന്നാണെന്ന് അറിയാം. ശരിക്കും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുക 2020 മാർച്ചിന് ശേഷമായിരിക്കും. കൊറോണ വന്നപ്പോ നമുക്ക് വെൽനസിന്റെ സാധ്യത, സോപ്പിട്ട് കഴുകണം, എന്തെല്ലാം നമ്മൾ പഠിച്ചു അല്ലെ? വെൽനസിന്റെ ഒരു സാധ്യത അതിന് മുന്നേ നമ്മൾ ഇവിടെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സോ ഇനി വരുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു ഇന്ത്യ ആയിരിക്കും. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ, നാച്ചുറോപ്പതി, അതായിരിക്കണം ഇനി ഒരു പുതിയ ഇന്ത്യയെ വാർത്തെടുക്കുന്നത്. അപ്പോൾ വെൽനസിന്റെ സാധ്യത നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നല്ല ഒരു പൊട്ടൻഷ്യൽ ഉള്ള ലൈഫും ഒരു ജീവിത നിലവാരം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ 1 എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ്സ് എ ഡയറക്റ്റ് സെല്ലിംഗ്. ഡയറക്റ്റ് സെല്ലിംഗ്, ഇത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും. ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇത് ഇപ്പോഴും ഇവിടെ ഏറ്റവും നമ്പർ 1 ആയിട്ട് പ്രവർത്തിച്ചു പോകുന്നതിന്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ മുൻ ഫോർമർ പ്രസിഡന്റ് ആയിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് സെല്ലിംഗ് ആക്ച്വലി വൺ ഓഫ് ദി മോസ്റ്റ് റെസ്പെക്റ്റബിൾ ബിസിനസ് മോഡൽ എന്നാണ്. വളരെ പുരാതനമായിട്ടുള്ള, വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ്
നമ്മുടെ ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്ന, നമുക്ക് മനസ്സിലാകുന്ന സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇടനിലക്കാരനെയും പരസ്യക്കാരനെയും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു മാർക്കറ്റിംഗ് സിസ്റ്റമാണ്. അതല്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുന്നിൽ. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഈ ഒരു ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ സാധ്യത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു ഒന്നുകൂടെ ഉണ്ട്, അതിന്റെ പേരാണ് ഇന്റർനെറ്റ്. ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, നമ്മുടെ അന്നം പോലെ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ലൈഫിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റിൽ നിങ്ങളുടെ ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ്സിനകത്തുണ്ട്. നിങ്ങൾ ഇന്റർനെറ്റിൽ ഇല്ലെങ്കിൽ യുവർ ബിസിനസ് ഔട്ട് ഓഫ് ബിസിനസ് ആണ് ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു മൈക്രോസോഫ്റ്റിന്റെ ഓണർ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ ഈ മൂന്ന് ഒന്നുകൂടെ കൂടുകയാണെങ്കിൽ ഒരു സിനർജി ഫോം ചെയ്യും. ആ സിനർജിയിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും, ലൈഫ് നന്നായിട്ട് ക്വാളിറ്റിയിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള അവസരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ സാധ്യതയും ഹെൽത്ത് ആൻഡ് വെൽനസിന്റെ സാധ്യതയും ഇന്റർനെറ്റിന്റെ സാധ്യതയും ഒരേപോലെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഇന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം. 2014 ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു കമ്പനി തുടങ്ങുന്നത്. കമ്പനിയുടെ മെയിൻ ഹെഡ് ഓഫീസ് ആണ് നമ്മളെ മുന്നിൽ ഈ കാണുന്ന ഈ ഒരു ബിൽഡിംഗ്, ഈ ഒരു സമുച്ചയം എന്ന് പറയുന്നത്. നന്ദിദുർഗ റോഡിൽ, ജയമാലക്ഷ്മി നന്ദിദുർഗ റോഡിലാണ് ഈ ഒരു ബിൽഡിംഗ് ഉള്ളത്. സോ 2014 ബാംഗ്ലൂർ ബേസ് ആയിട്ടുള്ള ഈ ഒരു കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് നമ്മൾ കേൾക്കണം. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് ബയോ ആക്റ്റീവ് ജപ്പാൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന ടോക്കിയോ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ നമ്മുടെ എന്താണെങ്കിലും ഇതിനകത്തുകൂടി വാങ്ങി വിൽക്കുന്ന പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെ ജാപ്പനീസ് ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റുകളാണ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ, പ്രൊഡക്ഷൻ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ള കമ്പനിയാണ് ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി. അതിന്റെ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഓരോ മാസവും 5,50,000 പെർ യൂണിറ്റ് ആണ് നമ്മുടെ കമ്പനിയുടെ ഒരു ഉൽപാദന ക്ഷമത എന്ന് പറയുന്നത്. നമ്മുടെ നെലമംഗലത്താണ് നമ്മുടെ ഫാക്ടറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രൊഡക്റ്റുകളാണ് ആ ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇനി നോക്കുകയാണെങ്കിൽ സർട്ടിഫിക്കേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ നോക്കുകയാണെങ്കിൽ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉണ്ട്, 100% നാച്ചുറലും 0 സൈഡ് എഫക്റ്റും ഉള്ള ആ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഹെൽത്ത് മിനിസ്ട്രി കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ ജൂത ക്രൈസ്തവ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്ന കോഷ്യസ് സർട്ടിഫിക്കറ്റും, അതുപോലെ തന്നെ ഗുഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ്. അതുപോലെ സിസ്കോട്ടിന്റെ അപ്രൂവ് ഉണ്ട്. സാപ്പ് ഇന്റഗ്രേറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ കമ്പനി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രൗഡ് ആയിട്ടുള്ള CAA മെമ്പർ കൂടിയാണ് നമ്മുടെ കമ്പനി. ഇനി നമ്മുടെ ഇന്റർനാഷണൽ പ്രസൻസ് നോക്കുകയാണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ത്യയിൽ ബാംഗ്ലൂരിൽ സ്ഥാപിതമായിട്ടുള്ള ഈ ഒരു കമ്പനിയുടെ ഇന്റർനാഷണൽ പ്രസൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇത്രയും കണ്ടുകളിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് കസ്റ്റമറിനെ മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്ലോബൽ ബിസിനസ് ആണ് നമ്മുടെ ഈ ഒരു ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്നത്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്, നോ ഇൻവെസ്റ്റ്മെന്റ്. എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു ഒറ്റ കോട്ടിംഗ് ആണ്, നോ ഇൻവെസ്റ്റ്മെന്റ്. 1 രൂപ പോലും നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, നമ്മുടെ 1 രൂപ പോലും കമ്പനി വാങ്ങി വെക്കില്ല. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സിനും പ്രൊഡക്ഷനും ഇൻഫ്രാസ്ട്രക്ചേഴ്സിനും ട്രാൻസ്പോർട്ടേഷൻ മറ്റെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി കമ്പനി തന്നെ ഓൾറെഡി കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പോലുള്ള സാധാരണക്കാർക്ക് ഒരാൾക്ക് പോലും ഇതിനകത്ത് 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എന്താണ് നമ്മൾക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങളെന്ന് നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാകും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഓണ്ടർപ്രണർഷിപ്പ് നമ്മൾ ആരംഭിക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെല്ലിംഗ് തന്നെയാണ്. അത് പറഞ്ഞിട്ടുള്ളത് ധീരുഭായ് അംബാനി എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ബി എ ഗുഡ് സെയിൽസ്മാൻ ഇവൻച്വലി യു ബിക്കം എ ഗുഡ് ബിസിനസ് മാൻ എന്നാണ്. ചെറിയ രീതിയിൽ നമ്മൾ വിറ്റ് തുടങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് വേണം നമ്മൾ തുടങ്ങാൻ, വിൽപ്പനയിലൂടെ വേണം നമ്മൾ ബിസിനസ്സുകാരനായിട്ട് മാറാൻ. അങ്ങനെയാണെങ്കിൽ ആദ്യം ഒരു ഓണ്ടർപ്രണറിന് വേണ്ടത് സെല്ലിംഗ് സ്കില്ലാണ്. സെയിൽസ് എന്ന് പറയുന്നത് ഒരു നോബിൾ ആക്ട് ആണ്. ഒരിക്കലും ചീറ്റിങ്ങോ ബെഗിങ്ങോ അല്ല. നമ്മുടെ മുന്നിൽ വന്ന് ഇത് വാങ്ങൂ ഇത് വാങ്ങൂ ഇത് വാങ്ങൂ എന്ന് പറയുന്ന ആളുകളെ പോലുള്ള സെയിൽസുകളല്ല നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരു സെയിൽസും ബെഗ് ചെയ്യേണ്ട, ഒരാളെയും ചീറ്റ് ചെയ്യാതെ മാന്യമായിട്ട് നമുക്ക് വിൽക്കാൻ പറ്റും. അതിനാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഇൻഫർമേറ്റീവ് സെല്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം. ലോകത്ത് നിങ്ങൾ ചിന്തിക്കണം, സെയിൽസ് ഇല്ലാത്ത എന്ത് കാര്യമാണുള്ളത്? ലോകത്തുള്ള എല്ലാ കമ്പനികളുടെയും ടോട്ടൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റും അവിടെ എക്സ്പെൻസ് ആണെങ്കിൽ സെയിൽസ് നിന്നാണ് ആ കമ്പനിയുടെ മൊത്തം ആസ്തി നിലനിർത്തുന്നത്.
സോ നമ്മൾ കൊടുക്കുന്നത് ഒരു കസ്റ്റമറിന് എന്താണോ ആക്ച്വൽ നീഡ് ഉള്ളത് ആ പ്രോഡക്റ്റുകൾ അയാൾക്ക് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. സോ എന്താണ് നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള ആ ഒരു പാറ്റന്റ് ഉള്ള ആ ഒരു പ്രൊഡക്റ്റുകൾ എന്ന് നമുക്ക് നോക്കാം. വളരെ ചുരുങ്ങിയ 5 പ്രോഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കമ്പനിക്ക്. അത് തന്നെയാണ് ഈ കമ്പനിയുടെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് ഞാൻ കാണുന്നത്. ഒരുപാട് പ്രോഡക്റ്റുകളും ഒരുപാട് സാധനങ്ങളെ കുറിച്ചൊന്നും പഠിക്കേണ്ട, വളരെ ചുരുങ്ങിയ 5 പ്രോഡക്റ്റുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയാൽ പോലും ഒരു ഓൺടർപ്രണർ ആയിട്ട് നമുക്ക് മാറാൻ പറ്റും. സോ അതിലെ യുണീക്ക് ആയിട്ടുള്ള പാറ്റന്റഡ് ആയിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റ്. ഇതിനൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കമ്പനി ലേഡീസ് ഒള്ളി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ കമ്പനി ഒന്നുമല്ല. പക്ഷേ ലേഡീസുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏജ് ലിമിറ്റ് വെച്ചുകൊണ്ട് 35 ഏജ് അബോവ് ലേഡീസുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നമ്പർ 1 ഹോർമോൺ വെൽനസ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഐ കെയർ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. മസ്കുലർ പ്രൊഡക്റ്റ് ആണ്, ജോയിന്റ് സപ്പോർട്ട് ആണ്, ആന്റി സ്ട്രെസ് ആണ്. നമ്മുടെ വീട്ടിലിരിക്കുന്ന ഓരോ സ്ത്രീകളെയും നിങ്ങൾ ഒരു ദിവസം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ നോക്കിയാൽ മതി. അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ പെട്ടെന്ന് ചിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് കരയും, ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടും, പല പ്രോബ്ലംസ് ഉണ്ടാകും. ഇനി അതല്ലെങ്കിൽ മെൻസസ് അവസാനിച്ച ആ ഒരു രീതിയിലുള്ള ഒരു മെനോപ്പസ് സമയത്തുള്ള ആ ഒരു സ്ത്രീകളാണെങ്കിൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന എല്ല് പൊള്ളയാകുന്ന ഒരു രോഗത്തിനും അവർ അടിമയായിരിക്കും. സോ അങ്ങനെയുള്ള ലേഡീസുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലത്ത് റിസർച്ചും ഡെവലപ്മെന്റ്സും ശേഷം നമ്മുടെ കമ്പനി പുറത്തിറക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, മഞ്ഞൾ തടുക്കുന്ന കുർക്കുമിൻ എന്ന് പറയുന്ന കണ്ടന്റ് ആണ് ഇതിനകത്ത്. അതുപോലെ ആസ്പ്രാക്സ്, അങ്ങനെ ഒരുപാട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ട്. ഒരു പീച്ച് ഫ്ലേവറിലാണ് കമ്പനി നമുക്ക് ഈ പ്രൊഡക്റ്റ് തരുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട്, വളരെ ഒരു ആയുർവേദ പ്രൊഡക്റ്റിന്റെ യാതൊരു കയ്പോ ചവർപ്പോ ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന ഈ ഒരു അമേസിംഗ് പ്രൊഡക്റ്റ്. ഇതൊരു പാറ്റന്റ് പ്രൊഡക്റ്റ് കൂടിയാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. അതുപോലെ തന്നെ ഈ ഐ കെയറിനെ കുറിച്ച് നമുക്കൊരു വീഡിയോ അവൈലബിൾ ആണ്. 6 ലാംഗ്വേജിൽ നമ്മുടെ കമ്പനിയുടെ വീഡിയോസുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി, അങ്ങനെ എല്ലാ ലാംഗ്വേജിലും നമുക്ക് വീഡിയോസ് അവൈലബിൾ ആണ്. നിങ്ങളെ വിളിച്ച വ്യക്തി ആരാണോ അയാളോട് നിങ്ങൾ ഈ ഓരോ പ്രൊഡക്റ്റുകളുടെയും വീഡിയോ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലുള്ള വീഡിയോ വേണം അത് നിങ്ങൾക്ക് അയച്ചു തരും. ആ വീഡിയോയിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച്. സോ ഐ ആം മൂവിംഗ് ദ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈസ് ഐ ഗ്ലോ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. വാട്ട് ഈസ് ഐ ഗ്ലോ? ചിന്തിക്കണം. നമ്മൾ ഏഷ്യയിൽ ആദ്യമായിട്ട് ഒരു അകത്തേക്ക് കഴിക്കുന്ന ഒരു ന്യൂട്രാക് കോസ്മെറ്റിക് കാറ്റഗറിയിൽ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയ കമ്പനിയാണ് ഇൻഡസ് വിവ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. നമുക്കെല്ലാം മുൻപരിചയമുള്ള എല്ലാ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളും മുഖത്ത് തേക്കുന്നതും അല്ലെങ്കിൽ പുരട്ടുന്നതുമായിട്ടുള്ള ഒരുപാട് കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ നമുക്കറിയാം. പക്ഷെ ആദ്യമായിട്ട് ഓറലി അകത്തേക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ കമ്പനിയാണ് ഇൻഡസ് വിവ. അതിനകത്ത് തന്നെ ഏറ്റവും സൂപ്പർബ് ആയിട്ടുള്ള കുങ്കുമം എന്ന് പറയുന്ന, അതല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ റാണി എന്ന് വിശേഷിപ്പിക്കുന്ന സാഫ്രോൺ ആണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. അതിനകത്ത് കോജിക് ആസിഡും എൻസൈം ഗ്ലൂട്ടനും ഗ്രേപ്പ് എക്സ്ട്രാക്റ്റും ലുട്ടീനും അങ്ങനെ ഒരുപാട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് സൗന്ദര്യം ഉണ്ടാക്കാൻ തൊലി വെളുപ്പിക്കുന്ന പരിപാടിയല്ല. നമ്മുടെ ശരീരത്തിനകത്തുള്ള ഏറ്റവും വലിയ ഫാക്ടറിയാണ് ലിവർ എന്ന് പറയുന്ന ആ ഒരു അവയവം. അതിനെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യുകയും ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുകയും ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് സ്കിന്നിന്, നമ്മുടെ ഓവറോൾ ശരീരത്തിനകത്ത് വലിയൊരു അവയവമാണ് സ്കിൻ എന്ന് പറയുന്നത്. അതിനെ ഓവറോൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉള്ള പ്രൊഡക്റ്റ് ആണ്. ബ്ലാക്ക് കറന്റ്, സ്ട്രോബെറി, മാംഗോ, ഓറഞ്ച് 4 ഫ്ലേവറിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ബ്ലെമിഷ് കൺട്രോളിനെയും റേഡിയേഷൻസിനെയും സ്കിൻ റെജുവിനേഷനും വേണ്ടിയിട്ട് ഈ പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് അവൈലബിൾ ആണ്. അത് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നിങ്ങളെ വിളിച്ച വ്യക്തിയെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അദ്ദേഹം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ വീഡിയോ അയച്ചു തരുന്നതായിരിക്കും. സോ ഐ എം മൂവിംഗ് ദ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് ഒബേസിറ്റി, അമിതവണ്ണം, പൊണ്ണത്തടി എന്ന് പറയുന്ന ഒരു അവസ്ഥ, കുടവയറെന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ. സോ അതിന് പരിഹാരം ഇന്ന് നമുക്ക് ഒരുപാട് മാർക്കറ്റിൽ പല പ്രൊഡക്റ്റുകളും അവൈലബിൾ ആണ്. അതൊക്കെ നമ്മൾ ബ്ലെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അത് കാച്ചി കുടിക്കണം, അല്ലെങ്കിൽ നമ്മൾ അത് എന്തെങ്കിയോ കാട്ടിയിട്ട് നമ്മൾ അകത്തേക്ക് ആക്കണം. ബട്ട് ഇവിടെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ഒരു ചോക്കോബാർ എവിടെ വേണമെങ്കിലും നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇത് മിക്സ് ചെയ്യണോ കലക്കണോ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഡിന്നർ സ്കിപ്പ് ചെയ്യുക, രാത്രി ഒരു ചോക്കോബാർ സാവകാശം ചവച്ചരച്ച് കഴിച്ച് ശരീരത്തിനകത്തേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഉറങ്ങാം.
ഉറങ്ങിയതിനു ശേഷം രാവിലെ എണീച്ച് നമുക്ക് നല്ല വെള്ളവും കുടിച്ച് നമ്മുടെ ശരീരത്തിനകത്തുള്ള ബാഡ് കൊളസ്ട്രോളിനെ പൂർണ്ണമായിട്ടും കത്തിച്ച് കളഞ്ഞ് നല്ല കൊളസ്ട്രോളിനെ മാത്രം ശരീരത്തിന് പ്രദാനം ചെയ്തുകൊണ്ട് ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് എത്തിക്കാൻ പറ്റില്ല അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് iSlim എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇതും ഒറ്റ ടേസ്റ്റ് അല്ല നമുക്ക് ഉപയോഗിക്കാൻ. ഒരു മാസം ഉപയോഗിക്കുന്ന ഈ സാധനം ഒരേ ടേസ്റ്റിൽ ഉപയോഗിച്ചാൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും. മൈ ഡിയർ ഫ്രണ്ട്സ്, അവിടെയാണ് കമ്പനിയുടെ റിസർച്ച്. വാനില, ഓറഞ്ച്, മാംഗോ, ചോക്ലേറ്റ് 4 ഫ്ലേവറിൽ ഒരു ബോക്സിനകത്ത് നമുക്ക് 4 ഫ്ലേവറും കിട്ടും. അത് ഓരോ വീക്കിലും ഓരോ ആഴ്ചയിലും വ്യത്യസ്ത ടേസ്റ്റിൽ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് പനിക്കൂർക്കയുണ്ട്, അതുപോലെ എള്ള്, രാഗി, ഓട്സ്, വേ പ്രോട്ടീൻ, സോയാ പ്രോട്ടീൻ, അങ്ങനെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ധാതു ലവണങ്ങൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്നത്. ഒരിക്കലും പട്ടിണി കിട്ടിട്ടോ ശരീരത്തിന് ആവശ്യമുള്ളത് കൊടുക്കാതിരുന്നിട്ടോ അല്ല നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നത്. എല്ലാ സംഗതികളും കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിനെ ആ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ iSlim ഫ്ലാറ്റ് ടമ്മീസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിനെക്കുറിച്ചും നല്ലൊരു വീഡിയോസുകൾ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളെ വിളിച്ച വ്യക്തിയോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഐ ആം മൂവിംഗ് ദ നെക്സ്റ്റ് പ്രോഡക്റ്റ്. അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു ഹെർബിനെ പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മൾ എല്ലാവരും കേട്ടതായിരിക്കും, ചിലപ്പോൾ ഒരുപാട് ആളുകൾ കേൾക്കാത്തതായിരിക്കും. ഈ ഹെർബിന്റെ പേരാണ് സെലേഷ്യൻ റെട്ടിക്കുലേറ്റ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്താണ് ഈ സാധനം? ഒന്നുമല്ല, ഏകനായകം എന്ന് പറയുന്ന ആയുർവേദ ഹെർബിനെയാണ് സെലേഷ്യൻ റെട്ടിക്കുലേറ്റ എന്ന് ഞാൻ പറഞ്ഞത്. സോ ഈ ആയുർവേദ ഹെർബ് നമുക്ക് പരിചയപ്പെടുത്തുന്നത് ചരക സംഹിത എന്ന് പറയുന്ന ആയുർവേദത്തിന്റെ പുരാതന ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പ്രതിപാദിക്കുന്നുണ്ട്. മധുമേഹ, ഷുഗർ, പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് നിങ്ങൾ ഏകനായകം വെള്ളത്തിലിട്ട് പാനം ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു ഡയബറ്റീസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമുക്കൊന്നും അതിന് സമയമില്ല. ഡയബറ്റീസ് ആണെങ്കിൽ ഇൻസ്റ്റന്റീവ് ആയിട്ട് പെട്ടെന്ന് എല്ലാം മാറണം. നമ്മൾ ടാബ്ലറ്റ് എടുക്കുന്നു, ഇൻസുലിൻ എടുക്കുന്നു, നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ നമുക്കതൊരു നോർമൽ ലെവലിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ 57 വർഷമായിട്ട് ഈ കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ മാത്രം 59 ലക്ഷം ഡയബറ്റിക് പേഷ്യന്റ് നമ്മുടെ മുന്നിലുണ്ട്. സോ അവിടെയാണ് നമ്മുടെ ഈ വരുന്ന പ്രൊഡക്റ്റിന്റെ ഏറ്റവും പ്രസക്തി. രാവിലത്തെയും വൈകുന്നേരത്തെയും ഓരോ കോഫിയുടെ രൂപത്തിൽ നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റിന്റെ കൂടെയും അടിക്കുന്ന ഇൻസുലിന്റെ കൂടെയും നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ ഗ്രാജുവലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിക്കൊണ്ട് ശരീരത്തിനകത്തിരിക്കുന്ന ഈ ഒരു പഞ്ചസാരയെ, ഒരു ഡയബറ്റീസിന്, ആ ഷുഗറിനെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് ആക്കിക്കൊണ്ട് ഒരു ക്വാളിറ്റി ലൈഫ്, മെഡിസിൻ ഉപയോഗിച്ചിട്ടുള്ള ആഫ്റ്റർ സൈഡ് എഫക്റ്റുകൾ ഇല്ലാത്ത ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റിയിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കോഫി എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ്. ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ് ആണ്. 100% നാച്ചുറലും 0 സൈഡ് എഫക്റ്റുമുള്ള നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് 2 വേരിയന്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ബ്ലാക്ക് ഉണ്ട്, ക്രീമറും ഉണ്ട്. നമുക്ക് ബ്ലാക്ക് ഇൻസുലിൻ അടിക്കുന്ന ആളുകൾക്ക് കൊടുക്കാം, ക്രീമർ നമുക്ക് ടാബ്ലറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്കും കൊടുക്കാം. ഇനി ടേസ്റ്റിൽ ഡിഫറൻറ്റ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് ശരീരത്തിനകത്ത് നമ്മുടെ ബ്ലഡിനകത്തുള്ള പഞ്ചസാരയെ മാത്രമല്ല ലിപ്പിഡ് പ്രൊഫൈലിനെയും നമ്മുടെ കൊളസ്ട്രോളിനെയും കൺട്രോൾ ചെയ്യുകയും ശരീരത്തിനകത്ത് ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്, ഇതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് ഒന്ന് നായ്ക്കുരന പരിപ്പാണ്, മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏകനായകം എന്ന് പറയുന്നതാണ്, മറ്റൊന്ന് കാപ്പിക്കുരുവാണ്. കൂർഗിലെ നമ്പർ 1 കോഫി ബീൻസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാകും, കോഫി കഴിച്ചാൽ കഫിനേറ്റഡ് ആകില്ലേ? ഒരിക്കലും ഇല്ല മൈ ഡിയർ ഫ്രണ്ട്സ്. സൗദിയിലൊക്കെ കാവ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കുന്നത് കോഫി കൊണ്ടാണ്, പക്ഷേ കഫിനേറ്റഡ് ആകില്ല. കാരണം ഇത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ്, 40 ഡിഗ്രി റോസ്റ്റ് ചെയ്തെടുത്തിട്ട് കഫീനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റിനകത്ത് കോഫി ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഹോമിയോ മെഡിസിൻ ഉപയോഗിക്കുന്ന ആളുകൾക്കും ഉപയോഗിക്കാം. ഏത് മെഡിസിന്റെ കൂടെയും നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഡയബറ്റീസിനെ മാനേജ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട ആഫ്റ്റർ ബുദ്ധിമുട്ടുകളുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളെ റെഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്ന അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് iCoffee എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള വീഡിയോ ഉണ്ട്. ഓരോ ലാംഗ്വേജിലുള്ള വീഡിയോസും നിങ്ങൾ വിളിച്ച് അന്വേഷിക്കുക. നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. www.viva.icoffee.com എന്ന് പറയുന്ന വെബ്സൈറ്റ് നമുക്ക് സന്ദർശിച്ച് ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാം. ഐ വാണ്ട് ദ മൂവിംഗ് ദ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ആ പ്രൊഡക്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു പഴത്തെ കൂടി നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഈ പഴം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാനല്ല, അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസ അവരുടെ ആസ്ട്രോണേഴ്സിന് സ്കിൻ ക്യാൻസറും ഏജിങ്ങും സംഭവിക്കുന്ന സമയത്ത് അവരെ അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലത്തെ റിസർച്ച്, ഫ്ലോറിഡ യൂണിവേഴ്സിറ്റി അടക്കം ഒരുപാട് കാലത്തെ റിസർച്ചിന് ശേഷം അവരൊരു പഴം കണ്ടെത്തി. നമ്പർ 1 ആന്റി ക്യാൻസറസ് സപ്പോർട്ട് ആയിട്ടുള്ള അസൈബറി എന്ന് പറയുന്ന ഒരു പഴം. നമ്പർ 1 ഇമ്മ്യൂണിറ്റി സപ്പോർട്ടർ ആണ്,
ക്യാൻസർ സപ്പോർട്ടാണ്, നമ്മുടെ ഹാർട്ടിലെ കാർഡിയാക് സപ്പോർട്ടാണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകളുള്ള ഈ പഴം കൊണ്ട് നമ്മുടെ കമ്പനി ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റിന്റെ ഒരു ഒറാക് വാല്യൂ പറയുകയാണെങ്കിൽ 1,02,200 അഥവാ 700. ഈ ഒറാക് എന്ന് പറയുന്നത് ഓക്സിജൻ റാഡിക്കൽ അബ്സോർബിംഗ് കപ്പാസിറ്റി. നമുക്കത് പ്രതിദിനം 5000 കിട്ടിയാൽ മാത്രമേ നമ്മുടെ ശരീരം ഇതുപോലെ പുഷ്ടിച്ച് നിൽക്കുള്ളൂ. സോ അത് നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തത്. ഇനി വേറെ അസുഖങ്ങളും അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട രീതിയിലുള്ള ഒറാക് വാല്യൂ കിട്ടാത്തത് കൊണ്ടാണ്. സോ അത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനി പരിചയപ്പെടുത്തുന്നു. 2014 മുതൽ ഇങ്ങോട്ട് 2023 ഫെബ്രുവരി ഈ ഒരു സമയം വരെ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള റവല്യൂഷണറി പ്രൊഡക്റ്റ് ആണ് ഐപൾസ് എന്ന് പറയുന്ന നമ്മുടെ അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓരോ ലാംഗ്വേജിലും വീഡിയോസ് ഉണ്ട്. നിങ്ങളെ വിളിച്ച വ്യക്തിയോട് നിങ്ങൾ അതിന്റെ വീഡിയോ അയച്ചു തരാൻ പറഞ്ഞാൽ ഡോക്ടേഴ്സ് അടക്കമുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. സോ ആ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് കാണുക. ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് ഡീപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കുക. സോ ഇനി എന്താണ് ഇത്രയും യുണീക്ക് ആയിട്ടുള്ള പാറ്റന്റ് ആയിട്ടുള്ള ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കറ്റിലെ ഈ പ്രൊഡക്റ്റ് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ അതൊരൊറ്റ കാര്യമുള്ളൂ. ഓൺടർപ്രണർഷിപ്പിന് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കമ്പനിയുടെ പബ്ലിക്കേഷൻസ് കൂടി നമ്മളിവിടെ പബ്ലിക് ആക്കുന്നുണ്ട്. സോ നിങ്ങൾ കാണുക, ഇന്റർനാഷണൽ ജേർണലിസ്റ്റ് റിപ്പോർട്ടാണ്, ഐപൾസിന്റെ ഇന്റർനാഷണൽ ജേർണലിസ്റ്റ് റിപ്പോർട്ടാണ് ഇവിടെ. അതുപോലെ തന്നെ ഐകോഫിയുടെയും പബ്ലിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സൈറ്റിൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ A to Z ഡീറ്റെയിൽ ഇവിടെ വ്യക്തമായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ നമ്മുടെ ഐകോഫിയുടെയും പബ്ലിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 5 പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു ഓൺടർപ്രണർ ആയിട്ട് മാറാൻ സാധിക്കും, അതിനെക്കുറിച്ചാണ് വരുന്ന സ്ലൈഡുകൾ ഞാൻ പറയുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ പണം കിട്ടുന്ന കാര്യമാണ്. എല്ലാവരും നല്ല ശ്രദ്ധാപൂർവം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് മനസ്സിലാക്കാൻ സാധിക്കും. സോ എന്താണ് ഞാൻ പറയാൻ പോകുന്നത്? സ്റ്റാർട്ട് യുവർ ഓൺടർപ്രണർഷിപ്പ് ജേർണി വിത്ത് ഇൻഡസ് വിവ. എങ്ങനെ നമുക്കൊരു ഈ ഒരു 5 പ്രൊഡക്റ്റുകൾ കൊണ്ട് എങ്ങനെ നമുക്കൊരു ഓൺടർപ്രണർഷിപ്പ് ജേർണി നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. നമുക്ക് കേട്ടിട്ടുള്ള ഈ 5 പ്രോഡക്റ്റിൽ ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും ആവശ്യമായിട്ട് തോന്നുന്നുണ്ടാവും, എനിക്ക് കിട്ടിയാൽ കൊള്ളാം, അല്ലെ എന്റെ ഫാമിലിയിൽ എനിക്ക് ആൾക്ക് കൊടുത്താൽ കൊള്ളാം. ഇങ്ങനെ ഒരു ചിന്ത നമുക്ക് സ്വാഭാവികമായിട്ടും വരും. അങ്ങനെയാണെങ്കിൽ നമ്മളെ വിളിച്ച വ്യക്തിയുമോട് നിങ്ങൾ ഈ പ്രോഡക്റ്റുകൾ ഒന്ന് വാങ്ങിത്തരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ ആ പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങി ഉപയോഗിച്ച് നമുക്കൊരു ഫീലിംഗ് വന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നെങ്കിൽ ഈ പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അതിന് കമ്പനി നമുക്ക് ഒരു അവസരം ഇവിടെ തരുന്നുണ്ട്. കമ്പനിയുടെ VR എന്ന് പറയുന്ന വിവ റീറ്റെയിലർ ആയിട്ട് മാറാൻ നമുക്ക് സാധിക്കും. എങ്ങനെയാണ്? നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ നമുക്ക് വാങ്ങാൻ സാധിക്കും. ആ ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ നമുക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനും സാധിക്കുന്ന വിവ റീറ്റെയിലർ ആയിട്ട് മാറാൻ നമുക്ക് ആദ്യം സാധിക്കും. ഈ സംഗതി നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും കൂടി നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഇവിടെ കിട്ടും. നിങ്ങളെ വിളിച്ച വ്യക്തിയാണ് നിങ്ങളുടെ സ്പോൺസർ. ആ അദ്ദേഹം അടങ്ങുന്ന കേരളത്തിലെ ഈ ഒരു നമ്പർ 1 ടീം, ആ ഒരു ഇന്ത്യയിലെ നമ്പർ 1 ടീം നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരിക്കും. 2, വൈബ്രന്റ് വിവ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഈ ബിസിനസ്സിലേക്ക് പ്രവാസം നിർത്തി വന്നപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ABCD അറിയില്ലായിരുന്നു. കാരണം നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ പ്രവർത്തിക്കാത്ത ഒരു മേഖലയിൽ നമ്മൾ ഒരു അച്ചീവറായി മാറണമെങ്കിൽ അവിടെ ഒരു കറക്റ്റ് കോച്ച് ഉണ്ടായിരിക്കണം. നമുക്ക് ഇവിടെ 11 കളിക്കാർക്കും 11 കോച്ചില്ല. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരൊറ്റ കോച്ചേ ഉള്ളൂ. ദാറ്റ്സ് അവർ വൈബ്രന്റ് വിവ എന്ന് പറയുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. കമ്പനി ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി പ്രൊഡക്റ്റ് അയച്ചു തരാനും വരുമാനം എത്തിച്ചു തരാനും ലീഗൽ കാര്യങ്ങൾ മുഴുവനായിട്ട് നോക്കാനും നമ്മളെ കൂടെ ഇൻഡസ് വിവ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഉണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വിറ്റുകൊണ്ടാണ് ലാഭം എടുക്കുന്നത്. സെൽ ആൻഡ് ഏൺ, വിറ്റുകൊണ്ടാണ് ലാഭം എടുക്കുന്നത്. കച്ചവടം എന്ന് പറയുന്നത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ കച്ചവടം എന്ന് പറയും. സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഇവിടെ ഒരു സെൽ ചെയ്ത് ഒരു ഏൺ ചെയ്യാൻ പറ്റും? വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരാളുടെ മുന്നിൽ പോയി യാചിക്കുകയോ ഒരാളുടെ മുന്നിൽ പോയി നമ്മൾ ബെഗ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ വിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ കയ്യിൽ വാട്സപ്പ് ഉണ്ട്, നമ്മുടെ കയ്യിൽ സോഷ്യൽ മീഡിയ ഉണ്ട്, നമ്മുടെ കയ്യിൽ എല്ലാ ടെക്നോളജിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമറിലേക്ക് ഈ പ്രൊഡക്റ്റിന്റെ ഏത് ലാംഗ്വേജിലാകട്ടെ, 6 ലാംഗ്വേജിൽ നമുക്ക് വീഡിയോസ് അവൈലബിൾ ആണ്. ഏത് കസ്റ്റമർ, ഇന്ത്യയിലുള്ള ഏത് കസ്റ്റമർക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊഡക്റ്റുകളുടെ വീഡിയോസ് നമ്മുടെ ടാർഗറ്റ് കസ്റ്റമറിലേക്ക് അയച്ചു കൊടുക്കാം. അപ്പൊ 2 ബ്ലൂ ടിക്ക് ഇങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാം, അവരെ ഒന്ന് വിളിച്ചു നോക്കാം. എന്നിട്ട് VR എന്ന് പറയുന്ന വിവ റീറ്റെയിലർക്ക് കമ്പനി കൊടുക്കുന്ന ഒരു സ്റ്റോർ ലിങ്ക് ഉണ്ട്. നമുക്കൊരു ഇ-കൊമേഴ്സ് സ്റ്റോർ ലിങ്ക് നമ്മൾ എൻറോൾ ചെയ്യുന്ന സമയത്ത് കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് തരും. ഈ ഒരു സ്റ്റോർ ലിങ്ക് എന്ത് ചെയ്യുക, അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തി ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് അതിലൂടെ പർച്ചേസ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ ഉറങ്ങുകയായിരിക്കും. ആ സമയത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് 500 രൂപ കമ്പനി ക്രെഡിറ്റ് ചെയ്ത് തരും.
ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലോക രാജ്യങ്ങളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഈ പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇങ്ങനെ നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു കലണ്ടർ മന്തിൽ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് വിറ്റെന്ന് കമ്പനി ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത്, അഥവാ നിങ്ങളാണ് ഈ കമ്പനിയുടെ ടോപ്പ് റീറ്റെയിലർ ആയിട്ട് അല്ലെങ്കിൽ ടോപ്പ് സെല്ലർ ആയിട്ട് നിങ്ങളാണ് വരുന്നെങ്കിൽ കമ്പനി നമുക്ക് തരുന്നത് 50,000 രൂപയാണ് കമ്പനി നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് എക്സ്ട്രാ നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ട് തരുന്നത്. അതിന്റെ സെക്കൻഡ് പ്രൈസും ഉണ്ട്. 25,000 രൂപ നമുക്ക് എന്ത് ചെയ്യുന്നു, ബെനിഫിറ്റ് ആയിട്ട് ബോണസ് ആയിട്ട് തരുന്നു. ഇത് മാത്രമാണോ? അല്ല, നമുക്ക് സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ നമുക്ക് ചെയ്യാം. മിനിമം ഒരു 40 പ്രോഡക്റ്റുകൾ ഒരു മാസം വിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, 12,000 രൂപ അടങ്ങുന്ന ആ ഒരു പ്രൊഡക്റ്റ് പാക്കേജ് നമുക്ക് കമ്പനി അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നൽകും. അത് മാത്രമല്ല കേട്ടോ, നമ്മൾ വിൽക്കുന്ന ഓരോ പ്രൊഡക്റ്റുകൾക്കും നമുക്ക് 500 രൂപയുണ്ട്. 500 രൂപ വെച്ചിട്ട് 40 × 500 എന്ന് കൂട്ടി നോക്കുക, 20,000 രൂപ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയതിന് പുറമെയാണ് 12,000 രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഇനി അതല്ല, നമ്മൾ അത്രയൊന്നും വിറ്റില്ല, ഒരു 24 പ്രൊഡക്റ്റ് ഒരു 30 ദിവസം കൊണ്ട് നമുക്ക് വിൽക്കാൻ സാധിച്ചാൽ നമുക്ക് 6,000 രൂപ വരെ വരുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് കമ്പനി ഫ്രീ ആയിട്ട് തരികയും നമുക്ക് എന്ത് ചെയ്യുന്നു, അതിന്റെ റീറ്റെയിൽ പ്രോഫിറ്റും കിട്ടുന്നു. ഇനി അത്രയൊന്നുമില്ല, ഒരു വീട്ടിലിരുന്ന ഒരു വീട്ടമ്മ, ഒരു സ്റ്റുഡന്റ് നിലവിൽ ചെയ്യുന്ന എന്ത് മേഖലയുടെ കൂടെയും ഒരു ഓൺലൈൻ വഴിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വാട്സപ്പ് വഴി, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് വഴി നമുക്കൊരു 12 പ്രോഡക്റ്റുകൾ സെല് ചെയ്യാൻ, ഒരു മാസം എടുത്താലും 12 പ്രോഡക്റ്റുകൾ സെല് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് 6,000 രൂപയും ഒരു പ്രൊഡക്റ്റ് നമുക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കിട്ടുന്നു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത്രയും സിമ്പിൾ ആയിട്ട് വീട്ടിലിരുന്നു കൊണ്ടും പുറത്തിറങ്ങിക്കൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോ വന്നിട്ടുള്ളത്. സോ എങ്ങനെ നമുക്കൊരു റൈറ്റ് കരിയർ ആയിട്ട് ഇത് ചൂസ് ചെയ്യാൻ പറ്റും, ഇൻഡസ്ട്രി ഒരു ബെസ്റ്റ് കരിയർ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു ക്വാളിറ്റി ലൈഫ് ഉണ്ടാക്കി തന്ന ഈ ഒരു കരിയർ നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. അത് പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും നമുക്ക്, അല്ലെങ്കിൽ ലൈഫ് ടൈം ആയിട്ടും നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. ഒരു 16ഓളം റാങ്കുകൾ കമ്പനി നമുക്ക് ഓരോ സെയിൽസിനനുസരിച്ച് 16ഓളം റാങ്കുകൾ കമ്പനി നമുക്ക് തരുന്നുണ്ട്. അതിലെ ഫസ്റ്റ് റാങ്ക് ആണ് സ്റ്റാർ റാങ്ക് എന്ന് പറയുന്നത്. ഒരു മൈൽ കാതം നമ്മൾ നടന്നു പോകണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാർ റാങ്ക് എന്ന് പറയുന്ന റാങ്ക് ആണ്. ഇവിടെ നിങ്ങൾ സ്റ്റാർ എന്ന് പറയുന്ന റാങ്ക് നിങ്ങൾ VBO ആയി മാറുന്ന സമയത്ത് കമ്പനിയുടെ വിവാ ബിസിനസ് ഓണേഴ്സ് ആയിട്ട് നമ്മൾ മാറും, അല്ലെങ്കിൽ നമ്മൾ വെറും കമ്പനിയുടെ റീറ്റെയിലർ ആയിട്ടാണ് നമ്മൾ മാറുക. കമ്പനിയുടെ വിവാ ബിസിനസ് ഓണറായി മാറണോ റീറ്റെയിലർ ആയി മാറണോ എന്നുള്ള തീരുമാനം നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങളുടെ ഒരു തെരഞ്ഞെടുക്കലാണ്. സോ എങ്ങനെ നമുക്കൊരു സ്റ്റാർ റാങ്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും? വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു 300 PV ആണ് നമുക്ക് അതിനു വേണ്ടി ആവശ്യമുള്ളത്. ഒരു പ്രൊഡക്റ്റിന്റെ PV എന്ന് പറഞ്ഞാൽ 25 PV ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു ബിസിനസ് അസോസിയേറ്റ് ചെയ്തു, നമ്മുടെ സർക്കിളിൽ ഒരുപാട് ആളുകൾ നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ അങ്കിളിന് ഒരു 2 പ്രോഡക്റ്റ്, ഒരു ഐ കോഫിയും ഒരു ഐ പൾസും 2 പ്രൊഡക്റ്റ് ഫസ്റ്റ് വീക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. 2 പ്രൊഡക്റ്റ് ഒരു വീക്കിൽ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് നമ്മുടെ അങ്കിളിന് കൊടുക്കുന്നു, 2 പ്രൊഡക്റ്റ് നമ്മുടെ നൈബേഴ്സിന് കൊടുക്കുന്നു. അങ്ങനെ ടോട്ടൽ നമുക്ക് 6 വ്യക്തികളിലേക്ക് 2 പ്രൊഡക്റ്റുകൾ നമ്മൾ സെല് ചെയ്താൽ നമ്മൾ 300 PV ഇവിടെ അച്ചീവ് ചെയ്യുകയും ഒരു 4 കോൺസിക്യൂട്ടീവ് വീക്കിനുള്ളിലാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പനിയുടെ സ്റ്റാർ എന്ന് പറയുന്ന റാങ്കിലേക്കും കമ്പനിയുടെ VBO എന്ന് പറയുന്ന തസ്തികയിലേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറി വരുന്നതാണ്. സോ ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ റീറ്റെയിൽ ചെയ്തിട്ട് നമ്മുടെ ഒരു സ്റ്റാർ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ആ ഒരു സ്റ്റാർ ആകുന്ന സമയത്താണ് നമുക്ക് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുള്ളൂ. അതുവരെ നമ്മൾ റീറ്റെയിലർ ആണ്. VBO എന്ന് പറയുന്ന ആ ഒരു തസ്തികയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇതൊരു ഫ്രാഞ്ചൈസി ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാനും അല്ലെങ്കിൽ ഒരു സജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഇന്റലക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ടും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. തുടക്ക സമയത്ത് നമുക്ക് ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ 500 രൂപ കിട്ടുന്നെങ്കിൽ നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ഈ പ്രൊഡക്റ്റുകൾ ഒരു സ്റ്റാർ റാങ്കിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫ്രാഞ്ചൈസി ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ട് ഒരു ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സ്റ്റാറിനെയും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് ടേൺ ഓവർ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു സ്റ്റാർ റാങ്കിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സോ അതിലൂടെ നമ്മുടെ പെർഫോമൻസിലൂടെ നമുക്ക് വലിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാം. നമ്മുടെ ഇൻഡിവിജ്വൽ എഫേർട്ട് മൂലം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് 20% ആണെങ്കിൽ നമ്മുടെ ടീം വർക്കിലൂടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 2 കാറ്റഗറി ആളുകൾ, നമ്മുടെ ഒരു ടീം വർക്കിലൂടെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം ഉണ്ടാക്കാൻ പറ്റും. 5% സെയിൽസ് ടേൺ ഓവറിലൂടെ, ആ ഒരു നെറ്റ്വർക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, വലിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോ
ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന ഒരു സ്റ്റാറിനെ, ഒരു VBOനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ബിസിനസ് ഓപ്പണിംഗ് ബോണസ് ആയിട്ടും ബിസിനസ് ഇൻക്യുബേറ്റർ ബോണസ് ആയിട്ടും ഡിവൽ ടീം ബോണസ് ആയിട്ടും റാങ്ക് മെയിൻ്റനൻസ് ബോണസ് ആയിട്ടും കോ അപ്ലിക്കന്റ് ബോണസ് ആയിട്ടും സിംഗിൾ ടീം ബോണസ് ആയിട്ടും റോയാലിറ്റിയായും റിവാർഡുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കമ്പനി നമുക്ക് കൂടുതൽ ബെനിഫിറ്റുകൾ ഉണ്ടാക്കി തരുന്നു. ഒരു ശനിയാഴ്ച മുതൽ ഒരു വെള്ളിയാഴ്ച വരെയാണ് നമ്മുടെ കമ്പനിയുടെ ഒരു ക്ലോസിംഗ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് 7 ദിവസം കഴിഞ്ഞാൽ അതിനുള്ള വരുമാനം നമുക്ക് എന്ത് ചെയ്യും, കമ്പനി നമ്മുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരുന്നതാണ്. സോ പൊട്ടൻഷ്യൽ ഓഫ് ഈ ഒരു ബിസിനസിന്റെ പൊട്ടൻഷ്യൽ, പ്രോഫിറ്റബിലിറ്റി പൊട്ടൻഷ്യൽ നമ്മൾ നോക്കണം. നിങ്ങൾ ഒരു സ്റ്റാർ 500 എന്ന് പറയുന്ന റാങ്ക് അഥവാ 90 ദിവസം, ഒരു 3 മാസ സമയം, ഒരു 13 ആഴ്ച കാലത്തോളം നിങ്ങൾ സമയം എടുത്തുകൊണ്ട്, ഒരു 90 ദിവസം സമയം എടുത്തുകൊണ്ട് നിങ്ങൾ കമ്പനിയുടെ 500 എന്ന് പറയുന്ന ആ ഒരു റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അതല്ല, 1000 ദിവസം നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ഡെഡിക്കേഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഒരു വീക്കിലി ഒരു 1 lakh rupees പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ബിസിനസിനെ വളർത്തിയെടുക്കാൻ സാധിക്കും മൈ ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ കേട്ടിട്ടുള്ള ഈ ഒരു അവസരം ഇന്ന് BComനും BBAക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടികൾ, മക്കൾ പരീക്ഷ എഴുതുന്നു, പാസ്സാവുന്നു. നമ്മൾ ഇത് ഇവിടെ ഇരുന്ന് കേൾക്കുന്നു. നാളെ അവരിങ്ങോട്ട് ഇറങ്ങി വരും ഇതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ നമ്മളെ കൂടെ ആയിരിക്കണം അവർ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് തീരുമാനമെടുക്കണം? ഈ ബിസിനസ് നമ്മൾ ഇപ്പൊ ചെയ്യാനുള്ള തീരുമാനമെടുക്കുമ്പോൾ വിവരവും വിദ്യാഭ്യാസവും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ നമ്മളോട് കൂടെ ഈ ഒരു ബിസിനസ്സിലേക്ക് വരും. ഞാൻ തുടക്കം പറഞ്ഞിരുന്ന ആ സാധനം ഈ അവസാനം പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ ഒരു സാധാരണക്കാരനായ ഒരു എംപ്ലോയിയിൽ നിന്നും, ഒരു സെൽഫ് എംപ്ലോയിൽ നിന്നും ഒരു ബിസിനസ്മാൻ ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറിയിലേക്ക് മാറാൻ നമ്മുടെ മുന്നിൽ എന്ത് അവസരമാണുള്ളത്? കഴിഞ്ഞ 30 വർഷം ജീവിച്ചവരുണ്ടായിരിക്കും, 40 വർഷം ജീവിച്ചവരുണ്ടായിരിക്കും, 50 വർഷം ജീവിച്ചവരുണ്ടായിരിക്കും. ഒരു ഇൻവെസ്റ്റ്മെന്റും കൂടാതെ ഒരു സെൽഫ് എംപ്ലോയിൽ നിന്നും, ഒരു എംപ്ലോയിൽ നിന്നും ഒരു ബിസിനസ്മാൻ ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറിയിലേക്ക് മാറാൻ പറ്റിയ എന്ത് അവസരം നമ്മുടെ മുന്നിലുണ്ട്? സോ മൈ ഡിയർ ഫ്രണ്ട്സ്, തെളിവുകൾ സഹിതം ഞാൻ നിങ്ങളോട് പറയുന്നു, ഇൻഡസ്ട്രി നിങ്ങൾക്ക് അതിനൊരു വലിയൊരു അവസരം ഇവിടെ ഒരുക്കി തരുന്നുണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്. ലോക ജനസംഖ്യ എടുത്തു നോക്കുകയാണെങ്കിൽ അതിനകത്ത് 95% ഇരിക്കുന്നതും ഈ ലെഫ്റ്റ് ക്വാഡ്രന്റിലാണ്. എംപ്ലോയി സെൽഫ് എംപ്ലോയി കാറ്റഗറിയിലാണ്. സാധാരണക്കാരായിരിക്കുന്നത് 95%. വെറും 5% മാത്രമേ ഉള്ളൂ ഈ ബിസിനസ്മാൻ ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറിയിൽ ഇരിക്കുന്നത്. ഇനി വേറൊരു വിരുദ്ധാഭാസമായിട്ടുള്ള കാര്യം പറഞ്ഞു തരാം. ലോക എക്കോണമിയുടെ അഥവാ മൊത്ത ലോകത്തിന്റെ പണം എടുത്തു നോക്കിയാൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ 95% വെറും 5% മാത്രമേ ഉള്ളൂ. ബാക്കിയിരിക്കുന്ന 5% കയ്യിലാണ് ലോകത്തിലെ മൊത്തം സമ്പത്തിന്റെയും 95% ഇരിക്കുന്നത്. അവിടെ നിന്നും ഇങ്ങോട്ട് മാറാൻ ഇൻഡസ്ട്രി നിങ്ങളെ ഇന്ന് സ്വാഗതം ചെയ്യുന്നു മൈ ഡിയർ ഫ്രണ്ട്സ്. സോ ഇന്ന് ഇൻഡസ്ട്രി വെറും ഒരു ചെറിയ കമ്പനി ആയിട്ടല്ല ഇന്ന് ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് ഇന്ന് 78 കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്ത് പബ്ലിക് ആയിട്ട് പറയാൻ ചങ്കുറപ്പുള്ള ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. അതും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇരിക്കുന്നത് കേരളത്തിലാണ്. ഈ ഒരു സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കോർബദീസ് ഉള്ളത് അല്ലെങ്കിൽ കോടീശ്വരന്മാരുള്ളത്, 17ഓളം കോടീശ്വരന്മാരുള്ളത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. അത്രയും പൊട്ടൻഷ്യൽ ഉള്ള, അത്രയും ബൃഹത്തായിട്ടുള്ള ഒരു അവസരമാണ് ഇൻഡസ്ട്രി നമ്മുടെ മുന്നിൽ ഇന്ന് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു കമ്മിറ്റഡ് ആയിട്ട് നിങ്ങൾ എടുത്ത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു കോടീശ്വരനാകുന്ന കമ്പനി കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ഒരു 1000 കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ല കമ്പനി 1000 കോടി ടേൺ ഓവർ ഉണ്ടാക്കുക എന്നുള്ളതല്ല, 1000 കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വശം. സോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു ആന്റണി റോബിൻസൺ സാറിന്റെ ഒരു കോട്ടിംഗ് കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻ ദ മൊമെന്റ്സ് ഓഫ് ഡിസിഷൻ ഡെസ്റ്റിനി ഷേപ്ഡ്. നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത്. ഒരാളും നമുക്ക് ഒന്നും വീട്ടിലേക്ക് കൊണ്ടുതരില്ല. നമ്മുടെ തീരുമാനമാണ് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന്റെ കാതൽ. ഇദ്ദേഹമാണ് ടോണി ഫെർണാണ്ടസ് എന്ന് പറയുന്ന എയറേഷ്യയുടെ ഓണർ. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിന്റെ അമ്മ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്തു. അതിൽ നിന്നും പഠിച്ച ബാലപാഠം കൊണ്ടാണ് ഇദ്ദേഹം ഇന്ന് ഈ ഒരു വലിയൊരു സാമ്രാജ്യം
കെട്ടിപ്പടുത്തത്. സോ അത്രയും ട്രെയിനിങ് ആയിട്ടുള്ള, അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇൻഡസ്ട്രി നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഇൻഡസ്ട്രിയുടെ കൂടെ നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഒരു പാൻ കാർഡ്, ഒരു ആധാർ കാർഡ്, ഒരു പാസ്ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്തുകൊണ്ട്, ഫസ്റ്റ് ഓർഡർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കും. വരുന്ന 7 ദിവസം കൊണ്ട്, അസോസിയേറ്റ് ചെയ്ത വരുന്ന 7 ദിവസം കൊണ്ട് കമ്പനിയുടെ സ്റ്റാർ VBO ആയിട്ട് മാറാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ കാണുന്ന സ്വപ്നത്തിനേക്കാൾ കൂടുതൽ ബൃഹത്തമായിട്ടുള്ള ഒരു സ്വപ്നം നിങ്ങൾക്ക് കാണാനും നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ക്വാളിറ്റിയിലേക്ക് എത്തിക്കാനും സാധിക്കും. സോ വൈകി വന്ന വ്യക്തികൾക്ക് ഒരിക്കൽ കൂടി എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ വിടവാങ്ങുകയാണ്. എന്റെ പേര് അബ്ദുൾ റൌഫ് എന്നാണ്. സ്വദേശം മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞിയിലാണ്. പ്രവാസിയായിരിക്കുന്ന സമയത്താണ് ഈ ഒരു ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. സോ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റും, അന്ന് ഞാൻ നോ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളെ പോലെ ഇത് കേൾക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടാവും. സോ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ എടുത്ത എന്റെ ഒരൊറ്റ തീരുമാനമാണ് ഇന്ന് നിങ്ങളോട് എനിക്കിത് പറയാൻ സാധിച്ചത്. സോ എടുക്കുന്ന തീരുമാനം അത് നിങ്ങളുടേതായിരിക്കട്ടെ. അതിന് സർവശക്തനായിട്ടുള്ള ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് ഇൻഡസ്ട്രി. താങ്ക് യു, ഐ ലവ് യു. Wow, thank you so much, Abdul Rauf sir. Such a fantastic and energetic presentation. Thank you, sir. Thank you so much. വളരെ മനോഹരമായിട്ട് എന്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നും, അതുപോലെ തന്നെ ഈ കമ്പനി മുൻപോട്ട് വെക്കുന്ന ആശയം എന്താണെന്നും, അതുപോലെ തന്നെ ഈ ലോകത്തിന് വേണ്ടി കമ്പനി കാണുന്ന അതല്ലെങ്കിൽ മുൻപോട്ട് വെക്കുന്ന സൊല്യൂഷൻ എന്താണെന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് അബ്ദുൾ റൌഫ് സർ പറഞ്ഞു തന്നു. താങ്ക് യു, സർ. താങ്ക് യു സോ മച്ച്. സോ ഈ ഒരു അവസരത്തിനെ കുറിച്ചൊക്കെ കേൾക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഇതൊക്കെ പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഇസ് ഇറ്റ് പോസിബിൾ ഓർ നോട്ട്, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവാം. മൈ ഫ്രണ്ട്സ്, നിങ്ങൾ മുമ്പിലോട്ട് ഞാൻ കുറച്ച് വ്യക്തികളെ ഇങ്ങോട്ട് വിളിക്കാൻ പോവാണ്. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സിനെ, നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കുറച്ച് പേരെ നമുക്ക് ഇവിടെ പരിചയപ്പെടാം. സോ ഈ ഒരു പ്രോഗ്രാമിലോട്ട് നമ്മൾ ആദ്യമായിട്ട് വൺ മിസ്സസ് ധന്യ റിസൾട്ട് കിട്ടിയ വ്യക്തിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. വൺ മിസ്സസ് ധന്യ മാഡം, most welcome. Good evening all. Myself ധന്യ, കണ്ണൂർ സ്വദേശിനിയാണ്. എനിക്ക് കിട്ടിയ അമേസിംഗ് റിസൾട്ട് എന്ന് വെച്ചാൽ കമ്പനിയുടെ പ്രൊഡക്റ്റായ ഐപ്പിൾസിന്റെ റിസൾട്ടാണ്. വർഷങ്ങളായി മൈഗ്രെയിൻ, തലവേദന, അലർജി, ശ്വാസമുട്ടലുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളായിരുന്നു ഞാൻ. ഒരുപാട് മരുന്ന് കഴിച്ചു, ഒരു മാറ്റവുമില്ല. യാത്ര ചെയ്യാൻ പറ്റില്ല, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റൂല, പാട്ട് കേൾക്കാൻ പറ്റൂല, വല്ലാത്ത ബുദ്ധിമുട്ട്. എല്ലാവരുടെയും കൂടെ യാത്ര ചെയ്യുമ്പോൾ പാരസിറ്റമോളും ഇൻഹേലറും കയ്യിൽ വെച്ച് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഒരുപാട് മരുന്ന് കഴിച്ചു, വണ്ണം കൂടുന്നതല്ലാതെ ശ്വാസമുട്ടലും കുറയുന്നില്ല, അലർജിയും കുറയുന്നില്ല. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഐപ്പിൾസ് സജസ്റ്റ് ചെയ്തത്. ഏകദേശം ഒരു ബോട്ടിൽ ഉപയോഗിച്ചപ്പോൾ തന്നെ നല്ല മാറ്റം കിട്ടി. കാരണം ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള തുമ്മൽ. ഒരു ബോട്ടിൽ കഴിച്ചപ്പോൾ തന്നെ ആ തുമ്മൽ പൂർണ്ണമായും മാറി. പിന്നെ ഒരു വിശ്വാസം വന്നു. സത്യം പറഞ്ഞാൽ ആദ്യം ഒരു വിശ്വാസം ഇല്ലാതെയായിരുന്നു കഴിച്ചത്. ആ ഒരു ബോട്ടിൽ കഴിച്ചപ്പോൾ വിശ്വാസമായി. പിന്നെ 4 ബോട്ടിൽ കഴിച്ചു, മക്കൾക്കും കൊടുത്തു, ഹസ്ബൻഡ് ഉപയോഗിച്ചു, വീട്ടിലെല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടി. താങ്ക് യു ഇൻഡസ്ട്രി വൺ. Okay, thank you so much, Dhanya madam, for your valuable experience. Thank you, madam. Thank you so much. Anyway, next നമുക്ക് ഇതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ഒരു വ്യക്തിയെ നമുക്ക് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. വൺ മിസ്സസ് ജിത ദിനേശ് ഫ്രം തൃശൂർ. ജിത മാഡം, മോസ്റ്റ് വെൽക്കം. ഹലോ, ഗുഡ് ഈവനിങ് ടു എവരിബഡി. സർ, ഞാൻ ഓഡിയബിൾ അല്ലേ? യെസ് മാഡം. എന്റെ പേര് ജിത ദിനേഷ് എന്നാണ്. തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ് എന്റെ സ്വദേശം. ബേസിക്കലി ഞാനൊരു എഞ്ചിനീയർ ആണ്. അപ്പോ ഒരു പ്രൈവറ്റ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു 14 വർഷമായിട്ട് ഷുഗറിന്റെ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. കാരണം പ്രഗ്നൻസി പീരീഡിലാണ് എന്റെ ഷുഗർ ഡിറ്റക്ട് ചെയ്യുന്നത്. 6ാം മാസത്തിലാണ്. അപ്പൊ ആ ഷുഗർ കാരണം ഡയബറ്റോളജിസ്റ്റിനെയും ഗൈനക്കോളജിനെയും കണ്ടിട്ടാണ് ഞാൻ എന്റെ പ്രഗ്നൻസി പീരീഡ് കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം മോന് 1.5 വയസ്സായപ്പോൾ വീണ്ടും പ്രഗ്നന്റ് ആയി. പക്ഷെ ഷുഗർ ഷൂട്ട് ചെയ്ത് അബോർട്ടായി പോകും. അതായിരുന്നു എന്റെ ബുദ്ധിമുട്ട്. അതേപോലെ ഒരു ഷുഗർ രോഗിക്ക് എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടാവും, അതിന്റെ എക്സ്ട്രീം ലെവൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോ കാല് ഡയബറ്റിക് ഫുട്ടാണ്. അപ്പോ കാലിന്റെ അടിയിൽ ഒരു മുറിവ് വന്നിട്ട് ഉണങ്ങാതെ ഒരു മുറിവായിട്ട് നിൽക്കായിരുന്നു. ഇങ്ങനെ കാലിന്റെ ഇതിന്റെ അടിയിൽ ഒരു ഹോളായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. ആ ഹോൾ അടയില്ല. മാംസം വന്ന് മൂടിയാലല്ലേ അത് നമുക്ക് ചെരുപ്പ് ഇട്ട് നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 2.5 വർഷം ആ മുറിവ് കെട്ടി നടന്നിരുന്ന ഒരാളാണ്. ഞങ്ങളുടെ അടുത്ത് ഇരിങ്ങാലക്കുട ഒരു ഡയബറ്റിക് സെന്റർ ഉണ്ട്. അവിടെ ഒരു 1.5 ആഴ്ച 2 ആഴ്ച കടന്നു വരുമ്പോൾ 40,000-40,000 രൂപയൊക്കെ ചെലവാക്കിയിരുന്ന ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ബന്ധു സുഹൃത്തായ എൻ്റെ ഒരു
ഹസ്ബൻഡിന്റെ അമ്മായിയുടെ മകളാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞത്. ആയുഷിന്റെ പ്രീമിയം ആണ്, സർട്ടിഫൈഡ് ആണെന്നുള്ളതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്ത കാര്യം. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇത് എവിടെ നിന്നാ കിട്ടാന്ന് വെച്ചപ്പോ അദ്ദേഹം കൊണ്ടുതരുകയും ഞാനത് യൂസ് ചെയ്യുകയും ചെയ്തു. 2 കോഫി യൂസ് ചെയ്ത റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്റെ ഈ മുറിവ് ഇവിടെ ഒരു ഹോളായിട്ട് ഇങ്ങനെ ഇരുന്നിരുന്നത് അത് മാംസം വന്ന് മൂടിയതാണ് എന്റെ ഏറ്റവും വലിയ റിസൾട്ട്. പക്ഷെ എന്റെ 2.5 വർഷം ഇങ്ങനെ മറ്റു വിരലുമായി കെട്ടിക്കൊണ്ട് നടന്നത് കൊണ്ട് തന്നെ എന്റെ ഈ ഇടത് കാലിന്റെയും വലത് കാലിന്റെയും ചെരുപ്പിന്റെ അളവ് വ്യത്യാസം, ചെരുപ്പ് ഇടാൻ പറ്റില്ല എനിക്ക്. ഏത് ഡ്രസ്സ് ഇട്ടാലും ഷൂ മാത്രമേ ധരിക്കാൻ പറ്റുള്ളൂ, കാരണം അളവ് വ്യത്യാസമാണ്. പക്ഷെ എനിക്ക് പിന്നെ എനർജി ലെവൽ ഭയങ്കര എനർജി കുറവായിരുന്നു. നമ്മള് ജോലി ചെയ്തിരുന്നത് പ്രൈവറ്റ് ഫേമിലാണ്. അവിടെയൊക്കെ നമ്മൾ എപ്പോഴും വിജിലന്റ് ആയിട്ടിരിക്കണം, നല്ല വർക്കോളിക് ആണ്. പക്ഷെ ഒരു 3 മണിയാകുമ്പോഴേക്കും ഞാൻ ആകെ ടയേർഡായി പോകും, കാരണം ഷുഗർ പേഷ്യൻസിന്റെ ഒരു പ്രത്യേകത അതാണ്. പക്ഷെ ഈ കോഫി കഴിക്കുമ്പോൾ നല്ലൊരു എനർജിയാണ്. അപ്പൊ ഞാൻ എന്റെ റിസൾട്ട് ഞാൻ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. കാരണം എന്നെ പോലെ പ്രമേഹം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളിലേക്ക് വളരെ നല്ല ഒരു പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. 14 വർഷമായിട്ട് ഷുഗർ കൊണ്ട് ഇൻസുലിൻ ഉപയോഗിച്ചിരുന്ന ഞാൻ ഇന്ന് ഇൻസുലിനോ മെഡിസിനോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഷുഗർ ഫ്രീ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് പോകുന്നു. താങ്ക് യു ഇൻഡസ്വാ, താങ്ക് യു കോഫി. Wow, what a fantastic result, madam. And anyway, thanks to Indus Viva for these amazing products. Anyway, ഒരു രക്ഷയില്ല. എന്താണ് ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സഹായിച്ചു. താങ്ക്സ് ടു പാർട്ടിസിപ്പൻസ്, ഒരു രക്ഷയില്ല. സോ നമുക്ക് നെക്സ്റ്റ് ഈ ഒരു അവസരം ഏറ്റെടുത്ത് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അതായത് ഈ ഒരു സംരംഭം നമുക്ക് ലൈഫ് ടൈം ആയിട്ട് കരിയർ ആയിട്ട് ഏറ്റെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിലൂടെ ഒക്കെ വരുമാനം ഉണ്ടാക്കുന്ന വ്യക്തികളുണ്ടോ, നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ വളരെ ലീഡിംഗ് ആയിട്ട് ഒരു സാധാരണ ഒരു ടാക്സി ഡ്രൈവറായി ഒരു അവസരത്തിലോട് കയറി വന്ന് ഒരു വിവാ റീറ്റെയിലർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് റാങ്കിൽ വർക്ക് ചെയ്യുന്ന വൺ മിസ്റ്റർ ഷിഹാബുദ്ദീൻ സർ ഇവിടെ അവൈലബിൾ ആണ്. വൺ മിസ്റ്റർ ഷിഹാബുദ്ദീൻ സർ, മോസ്റ്റ് വെൽക്കം. The platform is yours. One second. Okay, proceed. വോയിസ് ഓഡിബിൾ ആണോ? Yes. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഷിഹാബുദ്ദീൻ, സ്വദേശം മലപ്പുറം ജില്ലയിലാണ്. ഈ ഒരു ബിസിനസ് അവസരം പരിചയപ്പെടുത്തിയിട്ടുള്ള എൻ്റെ നാട്ടുകാരനായിട്ടുള്ള ഷിഹാബുദ്ദീൻ സാറിന് ദൈവത്തിന് ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് വളരെ പ്രൗഡാണ്. കാരണം എനിക്ക് 38 വയസ്സുണ്ട്. ഈ ഒരു ബിസിനസ് അവസരത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് ഏകദേശം 13 വർഷത്തോളം ഓട്ടോറിക്ഷ മേഖലയിൽ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ പ്രയാസപ്പെടുന്ന സമയത്താണ് ഞാൻ ആ അവസരത്തിൽ കടന്നു വരുന്നത്. അതിനിടയിൽ കുറഞ്ഞ കാലം പ്രവാസ ജീവിതം ഉണ്ടായിരുന്നു. ആ ഒരു പ്രവാസ ജീവിതത്തിനിടയിൽ കിട്ടിയ ഒരു മാസ വരുമാനമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത്. ഒരു മാസം 25,000 രൂപയായിരുന്നു. എന്നാൽ ഇൻഡസ്വിവ എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തപ്പോൾ ഇന്ന് എനിക്കൊരു മാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം എന്ന് പറയുന്നത്, മൈ ഡിയർ ഫ്രണ്ട്സ്, 50,000 രൂപയ്ക്ക് മുകളിലാണ്. യാതൊരു ക്വാളിഫിക്കേഷൻ എനിക്കില്ല, വെറും 10ാം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ. എന്നെ പോലുള്ള ഒരു ക്വാളിഫിക്കേഷൻ, യാതൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നിങ്ങൾക്കും ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ടാവും, വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ലാപ്ടോപ്പിന്റെ മുന്നിലാണ്. ഈ ഒരു ഇൻഡസ്വിവ എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ഒരു കമ്പ്യൂട്ടറോ ഒരു ലാപ്ടോപ്പിന്റെയോ കീബോർഡോ മൗസ് പോലും കൈകൊണ്ട് തൊടാത്തൊരു വ്യക്തിയായിരുന്നു. ഇന്ന് ഈ രീതിയിലേക്ക് എനിക്ക് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ വൈബ്രന്റ് എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ്. എന്നെപ്പോൾ യാതൊരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ നല്ലൊരു രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയുള്ള ഒരു അവസരമാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ. അപ്പൊ നല്ലൊരു തീരുമാനം എടുക്കുക. നിങ്ങൾ ദൈവം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് ഇൻഡസ്വിവ. Okay, thank you, sir. Thank you so much for your wonderful experience. Thank you, sir. Thank you so much. സോ ഫ്രണ്ട്സ്, ഇനി ഒരു പ്രോഗ്രാമിൽ എനിക്ക് വളരെ പ്രൗഡായിട്ട് അദ്ദേഹത്തിന് വിളിക്കാൻ പറ്റും, കാരണം ഒരു മാഡത്തിന് വിളിക്കാൻ പറ്റും. കാരണം ഇന്ന് ഒരുപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഇരിക്കുന്ന എല്ലാ ലേഡീസിനും ഒരു പക്ഷേ അതൊരു വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കാം ഞാൻ ആ ഒരു മാഡത്തിന് ഇങ്ങോട്ട് വിളിക്കുന്ന സമയത്ത്. കാരണം ഈ ഒരു അവസരത്തിൽ ഏറ്റെടുത്ത് ഇന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലാക്സ് ആൻഡ് ലാക്സ് റുപ്പീസ് ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ന് കമ്പനി തന്നെ ഒരു ലീഡിങ്, ഇന്ന് ഓൾ ഇന്ത്യയിൽ നോക്കിയാൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ലീഡിങ് ഒരു വുമൺ ഓണ്ടർപ്രണർ ആണ് ഈ മാഡം. സോ നമുക്ക് വളരെ പ്രൗഡായിട്ട് ഈ മാഡത്തിനെയും കൂടി സ്വാഗതം ചെയ്യാം. മിസ്സസ് റഹീന മാഡം, കോട്ടക്കൽ, മോസ്റ്റ് വെൽക്കം മാഡം. മാഡം ഒന്ന് റൈസ് ഹാൻഡ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ സീ യു. റഹീന മാഡം, 1 second. Okay, thank you sir. എന്റെ വോയിസ് ഓക്കെ ആണോ? ഓക്കെ, ഓഡിയോ. ഓക്കെ, എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് റഹീന, മലപ്പുറം ജില്ലയിലെ കോട്ടക്കലാണ് സ്വദേശം. ഞാൻ ഏകദേശം ഒരു 3 വർഷത്തോളമായി നിങ്ങളിപ്പോൾ പരിചയപ്പെട്ട ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നു. വലിയൊരു പ്ലാറ്റ്ഫോം ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വന്നതല്ല. ഉമ്മ തൈറോയിഡും പ്രശ്നവും സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കുകയായിരുന്നു. ഇപ്പൊ ഷുഗർ പേഷ്യന്റ് ആണ്. അപ്പൊ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കേട്ട സമയത്ത് ഗുണമുള്ളതാണെന്ന് ഫീൽ ചെയ്തു. അവർക്ക് യൂസ് ചെയ്യാൻ തയ്യാറായി. റിക്കവറി ആയ സമയത്ത്, കഴിച്ചുകൊണ്ടിരുന്ന മെഡിസിൻ പൂർണ്ണമായിട്ടും എന്റെ പാരന്റ്സ് ഒഴിവാക്കിയ സമയത്ത്
ഫാമിലിയിലുള്ളവരും നാട്ടിലുള്ളവരും ഈ പ്രൊഡക്റ്റ് അന്വേഷിച്ച് വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്നത്. ഒരു സാധാരണ വീട്ടമ്മയായിക്കൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഫേമിൽ ഒരു ഓഫീസ് സ്റ്റാഫ് മാത്രമായിക്കൊണ്ടോ ചിലപ്പോൾ മാറേണ്ടിയിരുന്ന ഞാൻ ഇന്നൊരു ഓണ്ടർപ്രണർ എന്ന രീതിയിലേക്ക് വളരാൻ പറ്റിയിട്ടുണ്ട്. ഒരു സിംഗിൾ പാരന്റ് ആയിട്ട് പോലും എനിക്ക് എന്റെ മകളുടെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം ഏൺ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. എന്ത് പറയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തെ ഇൻകം മാത്രം പറയുന്ന ശേഷം 2 ലക്ഷം രൂപയുടെ അറൗണ്ടിലാണ്. കറക്റ്റ് ഫിഗർ പറയുകയാണെങ്കിൽ 1,99,750 രൂപ, 250 രൂപയുടെ ഡിഫറൻസ് 2 ലക്ഷമായി വന്നുള്ളൂ. ആ ഒരു രീതിയിലേക്ക് എന്നെ ഉയർത്താൻ സഹായിച്ചിട്ടുള്ളത് ഈ ഒരു മേഖലയാണ്. ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് യാതൊരു മുൻപരിചയവും എനിക്കില്ല. എന്റെ പാരന്റ്സ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു എന്നൊരു പരിചയം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട യാതൊരു മേഖലയും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ ഫാമിലി പാരമ്പര്യമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഒരു സാധാരണക്കാരാണ്. പക്ഷെ എന്നെ ഇവിടെ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പറ്റും ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ പ്ലാനിൽ കേട്ടിട്ടുണ്ടാകും കമ്പനിയുടെ വൈബ്രറി എന്ന് പറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പൊ ആ ഒരു സപ്പോർട്ടോട് കൂടെ ഏതൊരു വ്യക്തിക്കും നല്ല രീതിയിൽ ഉയരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് നല്ലൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കർത്തവ്യം. ആ ഒരു തീരുമാനം നന്മയായിരിക്കട്ടെ. അതിന് നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വിവാ. താങ്ക് യു. Okay, thank you so much, Rahina madam, for your wonderful experience sharing and your valuable time. എനിവേ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന്റെ വൈൻഡ് അപ്പ് സെഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്ന് റോബ് സർ ഇവിടെ ഈ പ്രോഗ്രാം എടുക്കുന്ന സമയത്ത് പറയുകയുണ്ടായി, ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 78 പേരെ ഈ ഒരു കമ്പനിയിൽ നിന്നും ക്രോർപതീസ് ആക്കി മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ഫ്രണ്ട്സ്, യു ആർ ബ്ലെസ്ഡ്. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഐ ഡാം ഷുവർ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ കയറിയവരെല്ലാവരും യു ആർ ബ്ലെസ്ഡ്. കാരണം ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ നമുക്കൊരു വിശിഷ്ട വ്യക്തി ഇവിടെ അവൈലബിൾ ആണ്. കാരണം ഈ ഒരു അവസരം ഏറ്റെടുത്ത് ഇന്ന് പറയുകയാണെങ്കിൽ ക്രോർസ് ആൻഡ് ക്രോർസ് റുപ്പീസ് ഏൺ ചെയ്തുകൊണ്ട് ഇന്ന് ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുത്തൊരു ഒരു പേഴ്സണാലിറ്റി, ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി, ഒരു സാധാ ഒരു ടീച്ചർ ആയിരിക്കും ഒരു മേഖല അറിഞ്ഞ് ഒരു വിവാ റീറ്റെയിലറിൽ നിന്നും ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ പോലെ നിങ്ങൾ ഇന്ന് ഈ പ്രോഗ്രാം കേൾക്കുന്ന പോലെ ഈ ഒരു അവസരത്തിനെ കുറിച്ച് കേട്ട് ഇന്ന് പറയുകയാണെങ്കിൽ കമ്പനിയിൽ തന്നെ ലീഡിംഗ് ലീഡർ ആയിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന, അതുപോലെ കമ്പനിയുടെ VSC മെമ്പർ ആയിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ഹോണറബിൾ എക്സിക്യൂട്ടീവ് വൈ ഡയമണ്ട് ആയിട്ടുള്ള അവരുടെ സ്വന്തം രാജേഷ് കുമാർ സാറിനെ ഈ ഒരു പ്രോഗ്രാമിന്റെ എക്സ്പീരിയൻസിന് വേണ്ടി, ഈ ഒരു പ്രോഗ്രാമിന്റെ മെന്റർഷിപ്പിനോട് വേണ്ടി സ്വാഗതം ചെയ്യാണ്. രാജേഷ് കുമാർ സാർ, മോസ്റ്റ് വെൽക്കം. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ് ആൾ. ഞാൻ രാജേഷ് കുമാർ, മലപ്പുറം ജില്ലക്കാരനാണ്. ഇപ്പൊ കോഴിക്കോട് താമസം. വളരെയധികം സന്തോഷം ഈ ഒരു ഈവനിങ് ടൈമിൽ ഇത്രയധികം ആളുകളെ ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വീട്ടിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നുകൊണ്ടായിരിക്കും ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് മനസ്സിലാക്കിയത്, അല്ലെ? ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരം വേറെവർ വി ആർ, നമ്മൾ എവിടെയാണെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരത്തെ കുറിച്ചാണ് നിങ്ങൾ കേട്ടത്. റൈറ്റ്. സോ 1-2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഈ ഒരു അവസരം നിങ്ങൾ കേട്ടു, പക്ഷെ എന്ത് തീരുമാനം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇറ്റ്സ് അപ് ടു യു, റൈറ്റ്? പക്ഷേ ഞാൻ ഒരു ടീച്ചിങ് പ്രൊഫഷനിൽ ഉണ്ടായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബിസിനസ് മേഖലയിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ എനിക്ക് മനസ്സിലായതുകൊണ്ട്. ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വരുമാനം ഉണ്ടാവില്ല, ശരിയല്ലേ? ഇപ്പൊ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടേതായിട്ടുള്ള മേഖലകളിൽ നല്ല രീതിയിൽ അധ്വാനിച്ച് മാന്യമായിട്ടുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവും. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കുക, ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ വരുമാനം കിട്ടും. നിങ്ങളുടെ വരുമാനത്തെ ആശ്രയിച്ച് കഴിയുന്ന ഒരു ഫാമിലി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ വരുമാനമില്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങളുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരാ ഉള്ളത്? എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിതിപ്പം നിങ്ങളോട് പറയാൻ കാരണം ടീച്ചിങ് പ്രൊഫഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എന്നോട് ചോദിച്ച ചോദ്യങ്ങളാണ് ഇതൊക്കെ. എനിക്ക് ഉത്തരം കിട്ടിയില്ല. സോ ഒരു റിയാലിറ്റി എനിക്ക് മനസ്സിലായി. ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്ന വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ആ ഒരു പ്രൊഫഷൻ, ആ ഒരു ജോലി ഒട്ടും സേഫ് അല്ല എന്ന് എനിക്ക് മനസ്സിലായി. സോ അതുകൊണ്ട് തന്നെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാതെ നമ്മൾ ജീവിച്ചെടുത്തിട്ട് എന്താ കാര്യമുള്ളത്? സോ അതുകൊണ്ട് തന്നെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു അവസരം അന്വേഷിച്ച് നടന്ന സമയത്താണ് എന്റെ സുഹൃത്ത്, ഇന്ന് ഇൻഡസ് വിവയിലെ ഫാസ്റ്റസ്റ്റ് ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ ആൻഡ് VSC മെമ്പർ എന്റെ സുഹൃത്തായിട്ടുള്ള മിസ്റ്റർ ജീവാനന്ദ് സാറിലൂടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അദ്ദേഹത്തെ വിശ്വസിച്ച് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തു. 6.5 വർഷങ്ങൾ കഴിഞ്ഞു ഈ ഒരു ബിസിനസ്
ഒരു പാഷനേറ്റ് ആയിട്ട് ഒരു പ്രൊഫഷൻ എന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 20,000 രൂപ മാസ ശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന, അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചിരുന്ന വെരി ഓർഡിനറി ആയിട്ടുള്ള ഒരു സാധാരണ ഒരു അധ്യാപകനായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 6.5 വർഷങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവ് ആൻഡ് പ്രോഗ്രസീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. അത് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുത്തപ്പോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഇപ്പോ മിഥിലാജ് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കമ്പനിയിലൂടെ ഈ ഒരു 9 വർഷങ്ങൾ കൊണ്ട് 78 ക്രോർപതീസിനെ ഈ കമ്പനി ക്രിയേറ്റ് ചെയ്തു. വളരെ വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഇന്ന് നിങ്ങൾ കേട്ട സെയിം ഓപ്പർച്യൂണിറ്റി എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. ബട്ട് ഇന്ന് നിങ്ങൾ കേട്ട സെയിം ഓപ്പർച്യൂണിറ്റി 6.5 വർഷങ്ങൾക്ക് മുൻപ് കേട്ട സമയത്ത് ഒരു ഉറച്ച തീരുമാനമെടുത്ത് 0 ഇൻവെസ്റ്റ്മെന്റിൽ അന്ന് ഏറ്റെടുത്ത് പ്രവർത്തിച്ച ഈ ഒരു ബിസിനസ്സിലൂടെ ഇന്ന് 3 കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റി. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നെ ഏറ്റവും എക്സൈറ്റഡ് ആക്കിയ കാര്യം വരുമാനത്തോടൊപ്പം ഒരു ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങളോ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇന്ന് എന്റെ ഫാമിലി വളരെയധികം സേഫ് ആൻഡ് സെക്യൂർ ആണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് എന്തുകൊണ്ട് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഈ ഒരു 6.5 വർഷങ്ങൾ കൊണ്ട് എന്റെ ഓർഗനൈസേഷനിൽ ഒരുപാട് ആളുകൾ, ഒരു 10,000 കണക്കിന് ആളുകൾ, ഫാമിലീസ് ഇന്ന് വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നു. റൈറ്റ്. സോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പോലും ഒരാൾ പോലും ബിസിനസ് സ്റ്റോപ്പ് ചെയ്യില്ല. കാരണം ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് അവരുടെ ഫാമിലിയെ സേഫ് ആൻഡ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ എന്റെ ഫാമിലി ഇന്ന് വളരെ സേഫ് ആണ്. ഇത് ഞാൻ പറയാൻ കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേട്ടപ്പോ അന്ന് എനിക്കത് തിരിച്ചറിയാൻ പറ്റി, ഞാനൊരു തീരുമാനം എടുത്തു എന്നുള്ളതാണ്. എന്നാൽ ഒരുപാട് ആൾക്കാരുടെ മനസ്സിലുണ്ടാകുന്ന വലിയൊരു ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാട്ടില് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു മേഖലയാണ് അല്ലെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അഥവാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആളെ പറ്റിക്കുന്ന പരിപാടി, അല്ലെങ്കിൽ മണി ചെയിൻ പോലെയുള്ള പിരമിഡ് സ്കീം പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് പരിപാടി, ഒരുപാട് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിട്ട് അങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അഫ്കോഴ്സ് മണി ചെയിനും പിരമിഡ് സ്കീമുകളും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസി സ്കീമുകളും ഒക്കെ ഇല്ലീഗലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു മേഖലയായിട്ടും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിക്ക് എന്തുകൊണ്ട് ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നു? ഇന്നൊരു ഈ മേഖലയെ കൺട്രോൾ ചെയ്യാൻ, റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഒരു മോണിറ്ററിംഗ് മെക്കാനിസം ഇന്നുണ്ട്. എന്തുകൊണ്ട്? ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇന്ന് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു കരിയർ ആയിട്ട് ഏറ്റെടുക്കേണ്ട മേഖല, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരു മേഖല എന്ന രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വൈ? ഇത് നിങ്ങളൊന്ന് ഓപ്പൺ ആയിട്ട് ചിന്തിക്കണം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഗവൺമെന്റ് ഈ മേഖലയുടെ സാധ്യത തിരിച്ചറിഞ്ഞിട്ടാണ്, ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു മേഖലയെ ലീഗലൈസ് ചെയ്തിരിക്കുന്നത്. കാരണം അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നും ഒരു മാനദണ്ഡമല്ലാതെ അധ്വാനിക്കാൻ തയ്യാറുള്ള ഏതൊരാൾക്കും ഓൺട്രപ്രണർ ആകാൻ പറ്റും ഈ ഒരു മേഖലയിലൂടെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ പറഞ്ഞ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പറ്റും. സാധാരണക്കാരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് സാധാരണക്കാരിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക വളർച്ചയുണ്ടാക്കിക്കൊണ്ട് രാജ്യത്തുള്ള റിസഷൻ, സാമ്പത്തിക മാന്ദ്യം ഇല്ലാതെയാക്കാൻ ഈ മേഖല കൊണ്ട് സാധിക്കും. മാത്രവുമല്ല എല്ലാ ട്രാൻസാക്ഷനും അക്കൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഗവൺമെന്റിലേക്ക് നികുതി കിട്ടുന്നുണ്ട്. സോ ഈ രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ആയിട്ട് ഈ ഒരു മേഖല മാറ്റാൻ പറ്റും എന്നുള്ള തിരിച്ചറിവാണ് ഗവൺമെന്റ് ഈ മേഖല സീരിയസ് ആയിട്ട് ലീഗലൈസ് ചെയ്യാനുള്ള കാരണം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, വളരെ പ്രൗഡ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും, ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അഥവാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മേഖല നമ്മുടെ സംസ്ഥാനത്തായിക്കോട്ടെ നമ്മുടെ രാജ്യത്തായിക്കോട്ടെ ഇന്ന് ലീഗലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ്. ആ മേഖലയിൽ ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നപ്പം ദ വെരി ഫസ്റ്റ് ഗവൺമെന്റ് ആ ഒരു നിയമത്തിന് അധിഷ്ഠിതമായിട്ട് ഫസ്റ്റ് ലൈസൻസ് എടുത്തിട്ടുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി. ഇന്ന് 9 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. സോ ഒരു കമ്പനി 9 വർഷങ്ങൾ കൊണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട്, വളരെ സ്ട്രോങ് സോളിഡ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ആ കമ്പനി വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള, ഒരു സ്ട്രോങ് ബാക്കപ്പ് ഉള്ള, വലിയ വിഷൻ ഉള്ള, ഗ്രേറ്റ് വാല്യൂസ് ഉള്ള ഒരു കമ്പനി ആയതുകൊണ്ട് മാത്രമാണ്. അത് മാത്രമല്ല, ദ പ്രോഡക്ട്സ് ആർ അമേസിങ്. ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള, ആയുഷ് ഡിപ്പാർട്ട്മെന്റ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകൾ.
സോ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും താല്പര്യം ആരോഗ്യം മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ അസുഖങ്ങൾ വരാതെ നല്ല ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് തന്നെയല്ലേ ആഗ്രഹം. അതിന് പറ്റുന്ന തരത്തിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു കമ്പനി ഇത്രയും ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള വാല്യൂ ഫോർ മണി ഉള്ള റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഈ പ്രോഡക്റ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് ആണ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഓഫർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഏതൊരാൾക്കും ഏറ്റെടുക്കാം. അങ്ങനെ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ പുരുഷനാണോ സ്ത്രീയാണോ നിങ്ങളുടെ പ്രായമോ ഇതൊന്നും ഇവിടെ ഒരു മാനദണ്ഡങ്ങളല്ല. മറിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓണ്ടർപ്രണർ, ഒരു ബിസിനസ്മാൻ ലെവലിലേക്ക് മാറ്റിയെടുക്കാൻ പ്രൂവൺ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെയുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് വൈബ്രന്റ് വിവ. ആ സിസ്റ്റം ഫോളോ ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ വഴി ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഇന്ന് നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളുടെ ഒരു സുഹൃത്തോ ബന്ധുവോ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഫോർ എ ചേഞ്ച് മൈ ഡിയർ ഫ്രണ്ട്സ്. കാരണം കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വലിയൊരു അവസരമാണ്. വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുക. ഈ ഒരു മീറ്റിംഗിൽ നിന്നും ലീവ് ചെയ്യുന്നതിന് മുൻപ് നാളിതുവരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മേഖല തുടർന്നും ഇനി ഒരു 3, 5, 10 വർഷം മുന്നോട്ട് ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പറ്റുക? നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി സേഫ് ആൻഡ് സെക്യൂർ ആക്കാൻ പറ്റുമോ? ഇല്ല എങ്കിൽ ദിസ് ഈസ് എ ചാൻസ്. സോ ടേക്ക് എ റൈറ്റ് ഡിസിഷൻ, മേക്ക് യുവർ ലൈഫ്, യുവർ ഫാമിലീസ് ലൈഫ് bright and beautiful and secure. All the best. God bless you. Wow, thank you, sir. Thank you so much for your valuable keynote speech and your valuable time. Thank you so much. Thank you so much, sir. So, my friends, now is our turn. നമ്മുടെ ലൈഫിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡേ ഇൻ യുവർ ലൈഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്ന് വിശേഷിപ്പിക്കാം. നിങ്ങളുടെ കയ്യിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയ ഒരു അവസരം നിങ്ങളെ കയ്യിലോട്ട് കിട്ടി. സോ ടേക്ക് ഇറ്റ് എ ചാൻസ്, ഒരിക്കലും മിസ്സാക്കരുത്. സോ നിങ്ങൾ എല്ലാവരെയും ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലോട്ട് ഇന്ന് വന്ന ഈ ഒരു പ്രോഗ്രാം ഒരു ക്ഷണം സ്വീകരിച്ച് ഈ പ്രോഗ്രാമിലോട്ട് എത്തിയ എല്ലാവർക്കും നന്ദി പറയാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഓൾ. അതുപോലെ തന്നെ ഇനി ഒരു ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്ത നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്ത അബ്ദുൾ റൌഫ് സാറിനും അതുപോലെ ഇന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത പ്രൊഡക്റ്റിന്റെ എക്സ്പീരിയൻസ് ചെയ്തവരായിക്കോട്ടെ, ബിസിനസിന് വേണ്ടി കുറച്ച് എക്സ്പീരിയൻസ് പറഞ്ഞവരായിക്കോട്ടെ, നമ്മുടെ ഹോണറബിൾ ചീഫ് ഗസ്റ്റ് നമ്മുടെ സ്വന്തം രാജേഷ് കുമാർ സാറിനും ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇന്ന് ഈ ഒരു ഈവനിങ്ങിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ ലൈഫിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻ എടുക്കാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വിവ. സൈനിങ് ഓഫ്, മിഥിലാജ് നെടുമ്പള്ളി, പേൾ എക്സിക്യൂട്ടീവ് ഇൻഡസ് വിവ. താങ്ക് യു സോ മച്ച്.